ഈ ദേശം ശാന്തമായി സുവിശേഷം കേൾക്കട്ടെ. അതിനായി വലിയ മക്കൾ പ്രാർത്ഥനയോടായിരിക്കാം. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു തിരുവെഴുത്ത് നമുക്ക് വായിച്ചു കേൾക്കാം. പ്രാരംഭത്തിൽ ശേഷം ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 തിരുവചന ഭാഗം നിയോഗിക്കപ്പെട്ട സഹോദരങ്ങൾ മൈക്കിലൂടെ കേൾപ്പിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ശ്രമിക്കാം. 9:27 വായിച്ചാട്ടെ. മൈക്കടുത്ത് പിടിച്ച് ഉറക്കെ വായിച്ചാട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇനി പറയുമ്പോൾ വായിച്ചാൽ മതി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ആര് നിയമിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം ദൈവം നിയമിച്ചു. ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു തലമുറയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടമാണ്. എന്തെങ്കിലും മിണ്ടിപ്പോയ പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഈ സോഷ്യൽ മീഡിയ നമ്മുടെ പുതിയ തലമുറയെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ പണ്ട് അങ്ങും ഇങ്ങും ഓരോന്നായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു വലിയ സംഘടനയായി രൂപപ്പെട്ട് വലിയ ആൾക്കൂട്ടമാണ് അവരുടെ മീറ്റിങ്ങുകളിൽ കടന്നു വരുന്നത്. കാരണം ദൈവമില്ല എന്ന് സ്ഥാപിക്കുക ഉദ്ദേശം. അല്പം ദുഃഖത്തോടെ പറഞ്ഞാൽ വിശ്വാസികളുടെ ഇടയിൽ നിന്നുള്ള തലമുറകളും ഇപ്പോൾ നിരീശ്വരവാദത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് വേദനാജനകമായ ഒരു സത്യമാണ്. ദൈവമില്ല എന്ന് പറയുക. പിന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പറയുന്നത് ഡിങ്കനാണ് ദൈവം എന്നാണ്. ഡിങ്കനെ അറിയാമോ? പണ്ട് ബാലമംഗളത്തിൽ വായിച്ചൊരു കഥാപാത്രമാണ്. നിക്കർ കോർത്തിട്ടൊരു ചൂണ്ടലി. അതാണ് സംഗതി. അപ്പൊ അതിനെ ദൈവമാണെന്ന് പറയുന്ന ഒരു കൂട്ടം തലമുറ നമ്മുടെ ചുറ്റും വളർന്നു വരികയാണ്. എന്നാൽ ദൈവമില്ല എന്ന് പറയുന്ന ആളുകളോട് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ വായിച്ച വേദഭാഗത്ത്. ഒരിക്കൽ മരിക്കണം എന്നുള്ളത് ദൈവം മനുഷ്യന്റെ മേൽ വെച്ച നിയമം. ഈ ദൈവം ഇല്ലെന്ന് പറയുന്ന ആളുകൾ കണ്ടുപിടുത്തോ കമ്പ്യൂട്ടറോ അധികാരോ പണമോ പവറോ എന്തുപയോഗിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല, ദൈവം വെച്ച നിയമം ഒന്ന് മാറ്റാമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യരായി പറഞ്ഞവരാരും ഇനി മരിക്കരുത് എന്നൊരു കണ്ടുപിടുത്തം കണ്ടുപിടിക്കാൻ ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയാൽ ആ കണ്ടുപിടുത്തം കണ്ടുപിടിച്ച് തീരുന്നതിന് മുമ്പ് അവൻ തട്ടിപ്പോകും എന്നുള്ളതാണ് ചരിത്രം. കാര്യം ദൈവം വെച്ച നിയമം. കൈയും കാലും ഒക്കെ വെട്ടി മാറ്റാൻ പറ്റുന്ന കണ്ടുപിടുത്തമൊക്കെ, വേറെ ഒപ്പിച്ചു വെക്കാവുന്ന കണ്ടുപിടുത്തം എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷെ മരിക്കാതിരിക്കുക എന്ന് പറയുന്നൊരു സംഗതി കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും നടക്കുകയല്ല. കാരണം ശ്രമിക്കുന്നവരും തട്ടിപ്പോകും. കാരണം ദൈവം വെച്ച നിയമം. മനുഷ്യനായി പറഞ്ഞവരെല്ലാം ഒരിക്കൽ മരിക്കണം. അപ്പൊ മറുചോദ്യം വരും, അപ്പൊ മൃഗങ്ങളൊന്നും ചാകുന്നില്ല എന്ന്. മൃഗങ്ങളെല്ലാം ചാകുന്നുണ്ട്. പക്ഷെ മൃഗങ്ങൾക്കില്ലാത്ത ഒന്നും കൂടെ അതിനകത്ത് ചേർത്ത് എഴുതി, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും. അത് മനുഷ്യനേ ഉള്ളൂ. മരണത്തിന്റെ അപ്പുറത്തൊരു ജീവിതമുള്ളവനാണ് മനുഷ്യൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ന്യായവിധിക്കായി നിൽക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. ഇതൊക്കെ കുഞ്ഞുകളിയായിട്ടാ പലരും കണ്ടോണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ പ്രസംഗമൊക്കെ പണ്ട് അപ്പച്ചന്മാര് സ്റ്റേജ് കയറിക്കുന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോ ഇതൊക്കെ എന്നാ പൊട്ടത്തരം ഇങ്ങേര് പറയുന്നതെന്ന് പറഞ്ഞ് പരിഹസിച്ച ആളുകളൊക്കെ പണ്ട് പ്രസംഗിച്ചതല്ല ഇന്ന് കൺമുമ്പിൽ നിവൃത്തിയായിരിക്കുന്ന കണ്ട് അന്തം വിട്ടിരിക്കുക. പണ്ട് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരാളൊരു ദേശത്ത്, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അന്ത്യകാലത്ത് ഭൂതലത്തിലേക്ക് വരുന്ന പ്രവാചകന്മാര് യെരൂശലേമിന്റെ തെരുവീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നത് 3.5 ദിവസം കൊണ്ട് ലോകം മുഴുവൻ കാണും എന്ന് പറഞ്ഞ പ്രസംഗമൊക്കെ പണ്ട് പ്രസംഗിച്ചപ്പം ആളുകൾ നെറ്റി ഒളിച്ചിട്ട് ഇയാൾ എന്ത് പൊട്ടത്തിലാ പറയുന്നത്, 3.5 ദിവസം കൊണ്ട് ലോകം മൊത്തം ഉള്ളവൻ എങ്ങനെ ഇത് കാണുന്നതെന്ന് ചോദിച്ചു. പോക്കറ്റിൽ തീപ്പട്ടിക്കൂട് പോലെ ഇരിക്കുന്ന സാധനം എടുത്ത് കൈവന്ന് ഞെക്കി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 3.5 ദിവസമൊന്നും വേണ്ട, 3 മിനിറ്റ് കൊണ്ട് ലോകം മൊത്തം കാണാനുള്ള സംവിധാനം ഇപ്പൊ മുമ്പിലിരിക്കുക. ഇതുപോലെ എന്തല്ല പണ്ട് പ്രസംഗിച്ചതെല്ലാം ഇന്നും കൺമുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവം ഇല്ലാന്ന് പറഞ്ഞ് അബദ്ധത്തിലും അപകടത്തിലും ചെന്ന് ഞാനൊരു ദൈവമുണ്ട്. രണ്ടാമത്തെ ചിന്ത, ആരാണ് ഈ ദൈവം എന്നാണ്. അതാണ് വലിയ വിഷയം. അതിലോട്ടാണ് വരുന്നത്. അപ്പോ ഒരിക്കൽ മരിക്കണം, പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, വായിച്ചോ. ക്രിസ്തുവും അങ്ങനെ തന്നെ
അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അടുത്തത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശുക്രിസ്തു പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇന്ന് രാത്രി പ്രാരംഭത്തിൽ ദേശത്തോട് വിളംബരം ചെയ്യുകയാണ്, യേശുക്രിസ്തു വീണ്ടും മടങ്ങി വരും. പെന്തക്കോസ്തുകാർക്ക് തന്നെ ഇപ്പൊ ആകെ ഡൗട്ടായിട്ടിരിക്കും, ഇനി എങ്ങാനും വരുമോ. പണ്ട് തൊട്ടേ കേൾക്കുന്ന യേശു വരുന്നു ഇതുവരെ വന്നില്ല, ചാകാറായി, ഇനി എങ്ങാനും വരുമോ എന്ന് ചിന്തിച്ചിരുന്നാൽ ഓർത്തോണം, പണ്ട് തൊട്ടേ പറഞ്ഞു തുടങ്ങിയ സകല അടയാളങ്ങളും സകല ലക്ഷണങ്ങളും അതിന്റെ നിവർത്തി പദത്തിൽ എത്തി നിൽക്കുക. നീ കാഹളം മുഴങ്ങിയാൽ മതി, എല്ലാം റെഡിയായിരിക്കുക. കർത്താവ് വരാതായി. സ്തോത്രം. അപ്പൊ രണ്ട് ചിന്തയാണ് വേദഭാഗത്തിൽ. ഒന്ന്, യേശു അനേകർക്ക് വേണ്ടി ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, പക്ഷെ കാത്തു നിൽക്കുന്നവർക്കായിട്ടാണ് വീണ്ടും വരുന്നത്. സ്തോത്രം. എല്ലാവർക്കും വേണ്ടിയല്ല. അപ്പൊ രണ്ട് ചിന്ത, ഒരിക്കൽ യേശു വന്നു, ഇനി രണ്ടാമത് വരും. ഈ രണ്ട് ചിന്തയാണ് ഇന്ന് രാത്രി പങ്കുവെക്കാൻ ആശിക്കുന്നത്. സമയത്തിന്റെ പരിമിതി പോലെ നിർത്താം. എന്തിനാണ് യേശു ലോകത്തിലേക്ക് വന്നത്? ഒന്നാമത്തെ ചിന്ത, എന്തിനാ വന്നത്? വേദപുസ്തകം പറയുന്നു പാപികളെ രക്ഷിക്കാൻ, നാട്ടുകാർ പറയുന്നു മതം സ്ഥാപിക്കാൻ. ബൈബിള് പറയുന്നു യേശു വന്നത് എന്തിനാ? പാപികളെ രക്ഷിപ്പാൻ. നാട്ടുകാർ പറയുന്നു യുവമാര് മതം മാറ്റുന്നു. അങ്ങനെ പറയാൻ കാരണമുണ്ട്. നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പൊ തിരുവനന്തപുരത്ത് ഞാനൊരു കൺവെൻഷന് പോവുകയാണെങ്കിൽ ആ വെഞ്ഞാറമൂട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന തൊട്ടേ മതിലെല്ലാം കൺവെൻഷൻ നോട്ടീസാണ്. തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത, എന്നും കൺവെൻഷൻ ഉള്ള ജില്ലയാണ്. എവിടെ തിരിഞ്ഞാലും കൺവെൻഷൻ. അങ്ങോട്ട് പോകുമ്പോൾ ഈ മതിലെ മുഴുവൻ കൺവെൻഷന്റെ നോട്ടീസുകളാണ്. ഇതിലോട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഈ പാസ്റ്റർമാരുടെ പേര് പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലൻ, കുട്ടപ്പൻ, രാജപ്പൻ, എല്ലാം പാസ്റ്റർ. അതാണ് രാജീവ്, ഭാവിയിലെ പാസ്റ്റർ. അപ്പൊ ആളുകൾ നോക്കുമ്പോ ഇവരെല്ലാം യേശുവിന്റെ പിന്നാലെയാ. ഗോപാലകൃഷ്ണൻ, നാരായണൻ, സുരേഷ്, സുമേഷ്, രതീഷ്, രാജീവ്, ഗോപാലൻ എല്ലാം യേശുവിന്റെ പുറകെയാ. ഇത് ജനങ്ങൾ കാണുക. ഇനി മറുഭാഗത്തോട്ട് നോക്കിയാൽ പാസ്റ്റർ ഷബീർ കൊല്ലം, പാസ്റ്റർ സിയാർ മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ മുനീർ കാസർഗോഡ്, പാസ്റ്റർ റഫീഖ് വയനാട്, സൗദ ബീവി, റംല തോമസ്, അബ്ദുൽ സമദ്, അബ്ദുൽ വഹാബ്. നിങ്ങൾ ചോദിക്കുന്നത് കൊള്ളാണ്. എന്റെ ദൈവമേ, പറഞ്ഞാൽ ഇനിയും പറയും, സമയം പോകുന്നുണ്ട് നിർത്തുക. ഇഷ്ടം പോലെ യേശുവിന്റെ പുറകെയാ. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് മലപ്പുറത്തുനിന്നൊരു ഡോക്ടർ എന്നെ വിളിച്ചു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? വിഷയം ആളുകളെല്ലാം യേശുവിന്റെ പുറകെയാ. ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാൻ, ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ മാർഷലിൻ മൊറൈസ് അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഇങ്ങനെ അനേക അച്ഛന്മാര് 70-80 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലകവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തിക്കോസുകാരുടെ കൂട്ടത്തിൽ. നാട്ടുകാരങ്ങനല്ലേ പറയുന്നത്, നമ്മൾ പോത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ മുക്കുന്നവരാണല്ലേ പറയുന്നത്. ഇരിക്കട്ടെ. അപ്പൊ കാര്യം എന്ത് പറഞ്ഞാലും എല്ലാവരും ഇപ്പൊ യേശുവിന്റെ പിന്നാലെയാ. അപ്പൊ നാട്ടുകാരുടെ പയ്യെ സംസാരം തുടങ്ങി. തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങൾ പറയാനുണ്ട്, അതിനോടെയല്ല സുമതി പെന്തിക്കോസിൽ പോയി ആണോ? ആ, രമണിയും പോയടി. ഇതാ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ കുടുംബത്തിൽ ഒന്നെങ്കിലും എവിടാ പെന്തക്കോസ് അനുഭവത്തില്ല. ചുമ്മാതല്ല, ഇവിടെ ഇരിക്കുന്ന അവരുമാരോട് ചോദിച്ചാൽ അവര് പറയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം ഉണ്ടെന്ന് പറയും. അപ്പൊ ആളുകളെല്ലാം ഇന്ന് യേശുവിന്റെ പിന്നാലെയാ. ഇത് ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആളുകളെല്ലാം ഇങ്ങനെ സംസാരിക്കും. എന്നാലും ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, എന്തോത്തിന്റെ കാര്യം ഇതിനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ചില അണ്ണന്മാരങ്ങോട്ട് മറുപടി പറയും. അതാ ബഹുരസം. ചില ആളുകൾ പറയും, ഇത് നമുക്കറിയാം ഇവന്മാരെ എന്തിനാ പോകുന്നതെന്ന്. എന്നാന്ന് ചോദിക്കും. അങ്ങനെ പറയുന്നതാണ് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി ഒരു കൂട്ടം അമേരിക്കക്കാരുടെ ഇരിപ്പാണ്. സ്വതന്ത്രം പറഞ്ഞാണ്. കിടക്കാനൊരു വായില്ലെങ്കിലും കേൾക്കാൻ സുഖമൊക്കെ ഉണ്ട്. ഇരിക്കട്ടെ, ഒരു ഗുമ്മല്ലേ അമേരിക്ക. എന്റെ ദൈവമേ, ഈ ആരാധനയ്ക്ക് വരുന്ന പലതിനും സ്വന്തമായിട്ട് കിടക്കാനും പോലും ഇല്ലാത്തവർ ഇപ്പോഴും ഉണ്ട്. ഈ അടുത്തൊരു സഹോദരി പറഞ്ഞു, ന്യായമായി ലഭിക്കേണ്ട ഒരു ആനുകൂല്യം ചോദിച്ച് വില്ലേജ് ഓഫീസിലോട്ട് ചെന്നപ്പോൾ ഓഫീസർ പറഞ്ഞു കമ്മലും മാല ഇട്ടുകൊണ്ട് വന്നാൽ ആനുകൂല്യം തരാമെന്ന്. അങ്ങനെ കിട്ടുന്ന വേണ്ട സാറേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കുക. മനസ്സിലായോ? അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി വേണ്ട. ഷമീർ അബ്ദുൽ സലാം എന്ന് പറയുന്ന ഞാൻ
ഇന്ന് 23 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളും എടുത്ത് യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയപ്പോൾ ബാപ്പാടെ ഉമ്മയുടെ കുടുംബക്കാർ പറഞ്ഞു, പെന്തിക്കോസിൽ തുള്ളാൻ ഇറങ്ങിയെങ്കിൽ എടാ 1 സെന്റ് ഒറ്റ സെന്റ് ഓകരുത് നിനക്ക് തരികയില്ല, നീ പെന്തിക്കോസിൽ തുള്ളാൻ ഇറങ്ങിയെങ്കിൽ തെണ്ടി തിരിഞ്ഞ് അങ്ങനെ എടുക്ക വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അന്ന് പുതിയ സയ്യാറെടുത്ത പോലാണല്ലോ വിശ്വാസത്തിൽ വരുന്നത്. അപ്പൊ ഞാനും തിരിച്ചങ്ങോട്ട് പറഞ്ഞു, ഞാൻ തെണ്ടി തിരിഞ്ഞ് നിന്റെ അടുക്ക വരാൻ, ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി 23 വർഷം മുമ്പ് ഇന്ന് ഈ പ്രസംഗിക്കുന്ന നിമിഷം വരെ തെണ്ടി പോകാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. പറഞ്ഞത് പുസ്തകം എടുത്തപ്പോൾ ഉള്ളതും കൂടെ നഷ്ടപ്പെട്ട ചരിത്രമാ ഉള്ളത്. അപ്പൊ അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി ഒന്നുമല്ല ആര് യേശുവിന്റെ പിന്നാലെ വരും. ഈ അബദ്ധ ധാരണകളൊക്കെ കളയണം. പിന്നെ ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു ചേച്ചി, ഈ ചേച്ചി പറയാ ബന്ധുക്കോസ് ഉപദേശിമാരെ വീട്ടിൽ കേട്ടല്ല ഒരു ചേച്ചി. അതിനാന്ന് ചോദിച്ചാൽ പറയാണ്, ഇവന്മാർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളൊക്കെ മതം മാറ്റുക എന്നൊരു ചേച്ചി. അപ്പൊ ഞാൻ ആ കാലത്ത് തന്നെ ചേച്ചിക്ക് മറുപടി പറഞ്ഞതാ, എന്നാലും ഇവിടെ കൂടെ ഒന്ന് പറയാം. ഈ ചേച്ചിയുടെ ആളുകൾ വല്ലതും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ബോധം വരട്ടെ, അതിനു വേണ്ടി പറയാം. ഞങ്ങൾ ആരെങ്കിലും 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മതം മാറ്റുന്ന ആക്ഷേപം ഈ നാട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോയേച്ചാൽ മതി. വളരെ സിമ്പിളാണ്. വഴക്കും ബഹളമൊന്നും വേണ്ട. 500 രൂപയ്ക്കും കഞ്ഞിക്കും കാരണം ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ നിങ്ങളൊരു മുഴുത്ത കോഴിക്കാലും 1000 രൂപ കാണിച്ചാൽ മതി. കഞ്ഞിക്ക് വന്നവൻ കോഴിക്കാല് കണ്ടാൽ തീർച്ചയായിട്ടും ഇപ്പം മുക്കിന് ഇരിപ്പുണ്ടല്ലോ നരകത്തിലെ കോഴി, രാവും പകലും തീക്കാത്ത കിടന്ന്. അപ്പൊ ഇത് കാണിച്ച് 1000 രൂപയും കൊടുത്താൽ അങ്ങോട്ട് വരും. ഇത്രേ ഉള്ളൂ സംഭവം. ഈ കഞ്ഞിക്കും കോഴിക്കും ഒക്കെ വേണ്ടി വന്നവരെല്ലാം പോണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങള്. ഇതിനകത്ത് അങ്ങനെ ആരും വേണ്ട. കുറെ പേര് കഞ്ഞിക്കൊക്കെ വന്നവരുണ്ട്, അവരൊക്കെ പോയി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കഞ്ഞിക്കും പയറിനും ഒന്നും വേണ്ടിയല്ല ഞങ്ങൾ ആരും യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് ആളുകൾ യേശുവിന്റെ പിന്നാലെ പോകുന്നത്? ചോദ്യമായി തന്നെ നിൽക്കുക. അതിന്റെ ഉത്തരം പറഞ്ഞു തരാനാണ് ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നത്. സമയം ഉണ്ടെങ്കിൽ പരിസരക്കാരിച്ചു നേരം കേട്ടോ, എന്നിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവർ യേശുവിന്റെ പിന്നാലെ പോകുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ പറഞ്ഞല്ലോ, 23 വർഷങ്ങൾക്ക് അപ്പുറത്താണ് ഞാൻ യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. 2002 ബൈബിൾ എന്റെ കരങ്ങളിൽ എടുക്കുവാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അതിന് മുഖാന്തരങ്ങളുണ്ട്, അത് സാക്ഷ്യമാണ്, അത് പറയാനുള്ള നേരമില്ല. 3 ദിവസത്തെ കൺവെൻഷനൊക്കെ ഉള്ളിടത്താണെങ്കിൽ 1 ദിവസം സാക്ഷ്യമൊക്കെ പറയാറുണ്ട്. ഇത് അതിന് നേരമില്ല. ചില ജീവിത അനുഭവങ്ങളിലൂടെ കൈകളിലേക്ക് ബൈബിൾ ലഭിച്ചു. പെട്ടെന്ന് ബൈബിൾ ഒരു ദിവസം കയ്യിൽ കിട്ടി ഉടനെ യേശു ദൈവമാണെന്നും പറഞ്ഞൊന്നും ചാടി ഇറങ്ങാൻ പറ്റില്ല. പറ്റുമോ? അങ്ങനൊന്നും പറ്റില്ല. അങ്ങനൊന്നും പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയണം, ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി ഇത് പഠിക്കുവാൻ ആരംഭിച്ചു. ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പുസ്തകത്തോടുള്ള ഇഷ്ടം കൂടി വരികയാണ്. സ്തോത്രം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്നാലും ഷമീറെ എന്തിനാടാ നല്ലൊരു മതം വിട്ട് നീ യേശുവിന്റെ പുറകെ പോയെന്ന് ചോദിക്കാം. ഞാൻ മലപ്പുറത്തും കണ്ണൂരും ഒക്കെ പ്രസംഗിച്ച് കഴിയുമ്പം ഈ മുസ്ലിം സഹോദരങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ അടുത്ത് വരാറുണ്ട്. അവരവർ ഒന്ന് പരിചയപ്പെടാൻ എന്നൊക്കെ വന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോഴെല്ലാം അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എന്നാലും നിങ്ങൾ എന്തിനാ അപ്പൊ ഇങ്ങനെ പോയെന്ന്. അപ്പൊ അതിന് എനിക്ക് ഒത്തിരി കാരണം പറയാനുണ്ടെങ്കിലും പ്രധാനമായി ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് പറയുന്ന 1-2 കാര്യം ആദ്യം പറയാം. ഒന്ന്, ഈ പുസ്തകം ചേർത്ത് പിടിക്കാനും ഏത് കവലയിലും ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കാനും എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ആവർത്തിച്ച് വായിച്ചിട്ടും ഈ പുസ്തകത്തിന്റെ ഒരൊറ്റ പേപ്പറിന്റെ അകത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. സ്തോത്രം. ആവർത്തിച്ചു വായിച്ചു, ഒരു ചെറു വരി പോലും ഇതിനകത്ത് മതത്തെ പഠിപ്പിക്കുന്നില്ല. ഉണ്ടോ? ഇത് മതം പഠിപ്പിക്കുന്ന പുസ്തകമേ അല്ല. എന്നാൽ എന്റെ ചെറുപ്രായത്തിൽ എന്നെ പഠിപ്പിച്ചെന്താ, കുഞ്ഞു പ്രായത്തിൽ തൊപ്പിയിട്ട് വരിയായ റോഡിൽ കൂടെ മദ്രസയിൽ കടന്നുപോയി. എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, മതപഠനത്തിനായി. ചെറിയ പ്രായത്തില് കടന്നുപോയി. സ്കൂളിൽ ഒരു ദിവസം മുടങ്ങിയാൽ അസാരമില്ല, പോട്ടെ, കൊച്ചിന് വയ്യാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞ് ഇച്ചിരിയൊക്കെ ഇത് കിട്ടും. പക്ഷെ മദ്രസയിൽ ഒരു ദിവസം മുടങ്ങിയാൽ അന്ന് അടിയുടെ പെരുന്നാളാണ്. നമ്മൾ നേരെ തിരിച്ച സൺഡേ ക്ലാസ്സിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, സ്കൂളിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ തീവ്രമായി
മതപഠനത്തിനായി ചെറിയ കാലത്ത് കടന്നു പോയപ്പോഴൊക്കെ ഹൃദയത്തിലേക്ക് പഠിച്ചു കയറ്റിയത് ഒന്നാണ്, പ്രസവിച്ച് അമ്മയെക്കാളും ജനിപ്പിച്ച് അപ്പനേക്കാളും ഇമ്പോർട്ടന്റ് മതത്തിനാണെന്ന് പഠിച്ചു വളർന്ന്. നിങ്ങൾക്ക് പരിസരത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചോദിച്ചാൽ അവരും പറയുക ഒന്നാം സ്ഥാനം അത് തന്നെയാണ്. മതത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിച്ചും വളർന്നും ജീവിച്ചും വന്ന പശ്ചാത്തലത്തിന്റെ നടുവിൽ നിന്ന് 2002 വേറെ പുസ്തകം കരങ്ങളിൽ കിട്ടിയപ്പോൾ ആവർത്തിച്ചത് വായിച്ചെത്തിയിട്ടും ഒരൊറ്റ പേപ്പറിനകത്ത് പോലും മതം പഠിപ്പിക്കുന്നതായി കാണാൻ കഴിഞ്ഞില്ല. എത്ര മനോഹരമായ ഒരു പുസ്തകം! അതുകൊണ്ടാണ് ഈ പുസ്തകം എടുക്കാൻ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. രണ്ടാമത്തെ ചിന്ത, ഈ പുസ്തകം എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ. കാരണം ഉമ്മായും വല്യമ്മായും ഒക്കെ വലിയ തീവ്ര ഭക്തരാ, പഴയ പശ്ചാത്തലത്തിൽ ഭക്തരായിരുന്നു. വലിയ ഉമ്മാടെ ചേട്ടത്തി, ഞങ്ങൾ മൂത്തുമാല വിളിക്കും, നിങ്ങൾ വലിയ മച്ചി എന്ന് പറയുന്ന പോലെ. സ്തോത്രം. അങ്ങനെ ജീവിച്ച് ഒളിച്ചു പാത്തുമൊക്കെ ഈ യേശുവിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ടല്ലോ. ഏത് ഇവിടെ ഉണ്ടോ? എല്ലാവരും യേശുവിനോട് എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട്. ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറിയാൽ കാണാം, യേശു ഇരിപ്പുണ്ട്, മറ്റു രണ്ടുപേരും ഇരിപ്പുണ്ട്, എല്ലാവരും. അതൊരു ഇഷ്ടം കൊണ്ട് വെക്കുന്ന. ഒരു ഹോട്ടലിൽ കയറിയാൽ നമുക്ക് കാണാം, ആർക്കും വരാതിരിക്കാൻ വേണ്ടി 3 പേര് വെച്ചിട്ടുണ്ട്. അതൊരു പ്രതിപക്ഷ വരുമാനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും യേശുവിനോടൊരു ഇഷ്ടമുണ്ട്. അപ്പൊ ഇതുപോലൊരു ഇഷ്ടം മാത്രമേ ബൈബിൾ വായിച്ചു തുടങ്ങുമ്പോൾ എന്റെ മനസ്സിലാത്തുള്ളൂ. യേശു ആർക്കും ഒരു ദോഷം ചെയ്യാത്തൊരു പാവ മനുഷ്യൻ, എല്ലാവർക്കും വേണ്ടി മരിച്ച ക്രൂശിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് തകർന്നു പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്ടം മാത്രമേ മനസ്സിലുള്ളൂ. അങ്ങനെ 2002 ഞാൻ ഒളിച്ചും പാത്തും ബൈബിൾ വായിക്കാൻ ഒരു ദിവസം ഉമ്മ പിടിച്ചു. ബൈബിൾ മേടിച്ച് കട്ടിലിനടിയിലോട് ഒറ്റ എറിഞ്ഞിട്ട്, എന്റെ റബ്ബേ, ഇനി എന്തൊക്കെ ഇബ്ലീസിനെ വിളിച്ചു കേട്ടാനാണോ ഇവൻ ഈ പരിപാടി കൊണ്ട് നടക്കുന്നത് പറഞ്ഞ് ആകെ ബഹളം ഉണ്ടാക്കി എന്റെ ഉമ്മ ജമീല ബീവി ഇപ്പം എവിടെ പ്രാർത്ഥന ഉണ്ടെന്ന് തപ്പി നടക്കുക. മനസ്സിലായോ? ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? എതിർക്കുന്നവൻ ഇത് ചുമക്കും. എഴുതി വെച്ചോ. നിങ്ങൾ അയലത്തുകാരെ ഒന്ന് ചുമ്മാ പ്രാർത്ഥനയ്ക്ക് വിളിക്കണം. അപ്പൊ ചില 2 കൂട്ടരുണ്ട്. ചില ആളുകൾ പറയും, പാസ്റ്ററെ അടുത്ത ആഴ്ച ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറയും. ഒരു സംശയവും വേണ്ട, വരികയില്ല. ഈ വരുമെന്ന് പറയുന്ന ആളിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, വരികയില്ല. ചില ആളുകൾ ഈ ബൈബിൾ കാണുമ്പോഴേ ഇല്ല, 12 വെരിച്ചാഴിയിൽ പോയ പല്ല് ഉറുമി നിൽക്കുന്ന കാണാം. അവന് വേണ്ടി പ്രാർത്ഥിച്ചോ, അവൻ നാളെ ഇത് പ്രസംഗിക്കും. ഞാൻ കോട്ടയത്ത് കാനു എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിച്ചൊരു മുറ്റത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ എന്നെ കാണാൻ ഒന്ന് പരിചയപ്പെടാമെന്നാണ്. ഞാൻ സന്തോഷം എന്നാണ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ടു. എന്നെ അറിയുമോ? ഞാൻ അന്നേരം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഓർമ്മ വരുന്നില്ല, പറഞ്ഞാണ്. നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ അറിയാം. അപ്പൊ ഉടനെ കൊണ്ട് പറയാം, പക്ഷെ കേട്ട് കാണും. ഞാൻ ചോദിച്ചു, എന്നാ കേട്ടത്? വർഷങ്ങൾക്ക് മുമ്പ് റാന്നി പാലത്തിൽ ഒരു ഉപദേശിയുടെ കയ്യിൽ നിന്ന് ബൈബിൾ വാങ്ങി റോഡിൽ കീറിയിട്ട് കത്തിച്ച ഒരു സംഭവം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പെന്തക്കോസ്തുകാർ അപ്പച്ചന്മാര് പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പാലം തകർന്നു പോവുകയും പിന്നീട് പുതിയ പാലം പണി. അതിപ്പോ കത്തിച്ചോണ്ടാ തകർന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ സംഭവം നടന്നതാ, അത്ര മതി. അപ്പം അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നാ ചെയ്യുന്നു? ഇപ്പൊ ഇത് ചുമക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത്, എതിർക്കുന്നവർ ഇത് ചുമക്കും. അല്ലാതെ ഈ യേശുവിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പരസ്യത്തിൽ പറയുന്ന ഒരു വാക്കാ, ഇതും പരസ്യവും ആയതുകൊണ്ട് പരസ്യമായിട്ടൊക്കെ പറയുക. ഈ യേശുവിനൊരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാമോ? ഈ ഭൂമിയിൽ കൊട്ടേഷൻകാരില്ലാത്ത ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവുള്ളൂ. യേശുവിന് ഭൂമിയിൽ കൊട്ടേഷൻ തന്നെയില്ല. ഇപ്പൊ ഒരുക്കാൻ വഴി എത്തുന്നത്, നിന്റെ യേശു കൊള്ളനല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഇവിടെ ചോരത്തിളപ്പുണ്ടായിട്ട് എന്നെ പറഞ്ഞു കേട്ടില്ലടാ, പോയി അടിയടാ അവനെന്ന് പറഞ്ഞു മേടിക്കുമോ? അവൻ ദൈവത്തെ പറഞ്ഞെങ്കിൽ അവന്റെ കാര്യം ദൈവം നോക്കിക്കോളൂ. അതിന് കഴിവുള്ളവനെ ആ ദൈവം എന്ന് വിളിക്കുന്നത്. അല്ലാതെ എന്നെ പറഞ്ഞ രണ്ടോടാ കത്തിക്കടാ, ട്രാൻസ്പോർട്ടിൽ കല്ലെറിയടാന്ന് പറയുന്ന ഒരു പരിപാടിയൊന്നും ഈ പുസ്തകത്തിലെ ദൈവത്തിനില്ല. കാരണം ഈ ദൈവത്തിന് ഭൂമിയിൽ കൊട്ടേഷൻകാരില്ല. ഒരു വിഷയമല്ല. നാളെ നിങ്ങൾ ഇവിടെ 10 ബൈബിൾ ഏഴംകുളത്തിട്ട് കത്തിച്ചാലും ഞങ്ങൾ ഒരൊറ്റ ഉപദേശിമാര് അതിന്റെ പേര് ട്രാൻസ്പോർട്ടിൽ കല്ലെറിയാനോ മുണ്ട് മുടക്കുക തെരുവിളിക്കാനോ ഹർത്താലും പ്രഖ്യാപിക്കാനോ പോവുകയാണ്. സ്തോത്രം. കാര്യം ഭൂമിയിൽ കൊട്ടേഷൻകാരില്ലാത്ത ഒരു ദൈവം യേശു. വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഞാൻ ബൈബിൾ ഇഷ്ടപ്പെടാൻ ഒന്നാമത്തെ കാരണം, ഈ ബൈബിളിന്റെ ഒരൊറ്റ ഒരു പേപ്പറിൽ പോലും മതം പഠിപ്പിക്കുന്നില്ല. എതിർക്കുന്ന ആളുകൾ
ഞാൻ ആദ്യം ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഇത് മേടിച്ചൊന്ന് വായിക്കുക, എന്നിട്ട് നിങ്ങൾ എതിർക്കുക. ഞാൻ പറയാറുണ്ട്, കാരണം ഈ പുസ്തകത്തിൽ ഒരിടത്തും മതം പഠിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ പ്രത്യേകത, ഈ പുസ്തകം ചേർത്ത് പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വിശുദ്ധ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. എന്ന് പറഞ്ഞാൽ എന്താ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ ഈ ഇന്ന് കാണുന്ന ഈ ലോകം ഏത് നിലയിൽ അവസാനിക്കുമെന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ട് അവസാനിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് 2008 ലോകാവസാനം. അയ്യോ എന്തെല്ലാം ബഹളമായിരുന്ന ആളുകൾ, പല ലോകം തിന്നാനുണ്ടെങ്കിൽ തിന്നോടം, എല്ലാം തീരാൻ പോവാന്നൊക്കെ പറഞ്ഞ ആകെ ബഹളം. 8 കഴിഞ്ഞപ്പോൾ ആ പുക പോയി. പിന്നെ പറഞ്ഞു 10 ലോകാവസാനം. പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞു തീരാറായി, എല്ലാം കത്തിക്കുത്തി പോകുക എന്ന് പറഞ്ഞു. 10 കഴിഞ്ഞപ്പോൾ പറഞ്ഞു 2012 ലോകാവസാനം. പറഞ്ഞപ്പോൾ 25 ആയിട്ടുണ്ട്, ഇതുവരെ ലോകം അവസാനിച്ചിട്ടില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ വേദപുസ്തകം പറയുന്ന ദൈവവും ഞങ്ങൾ കുലുങ്ങത്തില്ല. കാരണം നമുക്കറിയാം ഇതൊന്നും അവസാനമല്ല. ഇതിനു മുമ്പ് പ്രാർത്ഥിക്കുന്ന ദൈവവും ഞങ്ങൾ ഇവിടെ എടുക്കപ്പെടണം. കർത്താവിന്റെ കാഹളനാഥ വാനമേഘം മുഴങ്ങണം, ദൈവസഭ എടുക്കപ്പെടണം, അല്ലാതെ ലോകം അവസാനിക്കത്തില്ല. വളരെ കൃത്യമായിട്ട് ഇതിന്റെ അകത്തുണ്ട്. ഇപ്പൊ സകലതും പ്രവചനാത്മാവിൽ എഴുതി വെച്ച പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ഈ ബൈബിൾ ലോകത്തോട് പഠിപ്പിക്കുന്നതെന്ന് ഇനി ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ ശാന്തമായി പറയാൻ പോവുക. അത് കേട്ടിട്ട് അങ്ങേര് പറഞ്ഞത് ഈ കാര്യമുണ്ടെന്ന് ഹൃദയത്തിന്റെ അകത്ത് ബോധ്യമുണ്ടെങ്കിൽ ഈ സുവിശേഷം അംഗീകരിക്കാം. അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടു, അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ദോഷമൊന്നും വരത്തില്ലല്ലോ. ഇവിടെ രാഷ്ട്രീയക്കാർ വന്നെന്തല്ലോ പ്രസംഗം, നമ്മൾ ഒരു ജംഗ്ഷനിലോട്ട് ചെല്ലുമ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങളാണ് മിടുക്കൻ, കമ്മ്യൂണിസ്റ്റുകാർ കള്ളന്മാർ. അപ്പുറത്തെ ജംഗ്ഷനിൽ ചെന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഞങ്ങളാണ് മിടുക്കൻ, കോൺഗ്രസ് കള്ളന്മാർ. മൂന്നാമത്തെ ജംഗ്ഷനിൽ ചെന്നപ്പോൾ താമരക്കാർ പറഞ്ഞു ഇമാരെല്ലാം കള്ളന്മാരാ, ഞങ്ങളാ നല്ലത്. നാലാമത്തെ ജംഗ്ഷനിൽ ചെന്നപ്പോൾ ചൂലും കൊണ്ട് നിൽക്കുക, ഞങ്ങൾ വൃത്തിയാക്കാൻ വന്നവരാ. ഇതെല്ലാം നമ്മൾ തന്നെയല്ലേ കേട്ടെ, ഒന്നും സംഭവിച്ചില്ലല്ലോ. അത്രേ ഉള്ളൂ. ഒരു പ്രസംഗം ഇച്ചിരി നേരം വരുന്ന കേട്ടെന്ന് പറഞ്ഞ ഒരു ദോഷവും വരുന്നില്ല. ഇനി എങ്ങാനും ഇത് ബോധ്യപ്പെടാൻ കഴിഞ്ഞാൽ വലിയൊരു പദവിയുമായി പോകും. പദവി എന്താന്ന് പിന്നാലെ പറയാം, ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാന് എന്റെ നാട്ടിൽ കൊല്ലത്താണല്ലോ, കൂട്ടുകാരുമായി ഇതുപോലുള്ള സന്ധ്യയ്ക്ക് ഞങ്ങൾ കവലയിൽ ഒത്തുകൂടുമ്പോൾ ആദ്യത്തെ ഡയലോഗ് എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. കൂട്ടുകാരൊത്ത് കൂടി ആദ്യം വകുപ്പുണ്ടോ, ഷെയർ ഇടാൻ കുപ്പിയെടുക്കാൻ. അങ്ങനെ കൂട്ടുകാരുമായി ഷെയർ ഇട്ട് കുപ്പിയെടുത്താൽ ഈ പണി നടക്കുന്ന വീട് കണ്ടു വെക്കും. എന്നാൽ ആളില്ലാത്ത അതിന്റെ ടെറസിന്റെ മേലെ കയറി പൊറോട്ടയും ചിക്കനും മേടിച്ച് കുപ്പിയും പൊട്ടിച്ചടിച്ച് പാട്ടും കൂത്തും ഗാനമേള, അന്ന് ഗാനമേളയ്ക്ക് പാടാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഞാൻ അപ്പൊ പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയോ തേങ്ങ കരിക്കോ ഒക്കെ ചാക്കിലാക്കി കൊണ്ടുപോയി വിറ്റ് അടുത്ത കുപ്പി. ഇങ്ങനെയാണ് കലാപരിപാടി. അങ്ങനെ നടന്നൊരു കാലഘട്ടം. ആ കാലത്ത് കോളാമ്പിയും പിടിച്ച് മീശമില്ലാത്ത ഉപദേശിമാരും ജംഗ്ഷനിൽ നിന്നുകൊണ്ട് കുടിക്കല്ലേ വലിക്കല്ലേ മാനസാന്തരപ്പെടുന്നൊക്കെ പ്രസംഗിക്കും. ഇത് കാണുമ്പോൾ നമുക്ക് അവന്റെ ചെവിക്കല്ലിട്ട് ഒന്ന് കൊടുത്താൽ എന്തെന്ന് തോന്നിയിരുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഞാൻ ആ റോഡിൽ നിന്നുകൊണ്ട് ഇതേപോലെ പ്രസംഗം മനസ്സിലാക്കണം. അത്ര പരിഹാസമായി എന്റെ ക്ലാസ്മേറ്റ്സ് ഒരിക്കൽ എന്നെ വന്ന് വിളിച്ചിട്ട് അടിയ ഒരു രസമുണ്ട്, ഒരു തമാശ ഉണ്ട്, വരുന്നുണ്ടോ എന്നാ അതൊക്കെ കൊണ്ട് ചിരിച്ചിരിച്ച് ചാകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചിരിക്കാൻ ഇഷ്ടമായിട്ട് ഞാനും പോയപ്പോ എന്താ സംഗതി, ഈ പെന്തക്കോസ്റ്റുകാർ ഉപവാസ പ്രാർത്ഥന നടത്തുന്ന ഹോളിലോട്ടായി പോന്നേ. എന്നിട്ട് ഈ ജനലി നോക്കുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവരിങ്ങനെ കുലുങ്ങിയിരുന്ന് ആരാധിക്കുന്നതാണ്. ഇവരെ വായിൽ നിന്ന് ഇങ്ങനെ കലവിലെന്തോ ഭാഷ. അന്നൊന്നും നമുക്കിത് അറിയത്തില്ലല്ലോ സംഗതി എന്താ. ഇത് കണ്ട് പുറത്ത് നിന്ന് തലതല്ലി ചിരിച്ച ഞാനാണ് ഇപ്പൊ കുലുങ്ങി ആരാധിക്കുന്നത്. നോക്കി, ഞാൻ പറഞ്ഞത് നമുക്ക് അറിവില്ലായ്മയുടെ കാലത്ത് ഇത് പരിഹാസമായിട്ടും മോശമായിട്ടൊക്കെ തോന്നിയെങ്കിലും ഈ പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കർത്താവേ ഇത്ര അറിയാൻ വൈകിപ്പോയോ എന്നാണ് ഇന്ന് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്ന് ഒരു കുഞ്ഞിനെ പോലെ ഇനി പറയാൻ പോവുകയാണ്. ശാന്തമായി ഒന്ന് കേട്ടാണ്. ഞാനത് വായിക്കാൻ തുടങ്ങി. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ഇതിന്റെ അകത്ത് ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടോ സഹോദരി. ഒരു വരി പോലും വിടാതെ വായിക്കണം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താ? ദൈവം എന്നാണ്. ഈ ദൈവം എന്നുള്ളത് ദൈവത്തിന്റെ പേരല്ല, ആണോ? ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരല്ല.
എല്ലാ മതവിഭാഗക്കാരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദൈവം, അല്ലേ? ദൈവമേ എല്ലാവരും വിളിക്കും, നമ്മൾ മാത്രമല്ല, എല്ലാവരും ദൈവമേ എന്ന് വിളിക്കും. ചിലർ ഈശ്വര എന്ന് വിളിക്കും, അല്ലേ? ചിലർ പടച്ചവനെ എന്ന് വിളിക്കും. ഇതൊന്നും ദൈവത്തിന്റെ പേരല്ല. പടച്ചവൻ എന്ന് പറഞ്ഞാൽ പടച്ചുണ്ടാക്കിയവൻ അർത്ഥമുള്ളൂ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവ് എന്നേ അർത്ഥമുള്ളൂ. ദൈവം എന്ന വാക്കിന് അർത്ഥം ശക്തനായവൻ എന്നേ ഉള്ളൂ. ഇതൊന്നും ദൈവത്തിന്റെ പേരല്ല. ഉദാഹരണം, ഞാനിപ്പോ നടന്നു പോകുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, പാസ്റ്റർ എവിടെ പോകുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, ഏഴംകുളത്ത് ഒരു കൺവെൻഷന് പോകുന്നു. ചോദ്യം, എന്റെ പേര് പാസ്റ്റർ എന്നാണോ? എന്റെ പേര് പാസ്റ്റർ എന്നാണോ? അല്ല, എന്റെ പേര് ഷമീർ എന്നാണ്. പക്ഷെ പാസ്റ്റർ എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന് ഞാൻ എന്താ മറുപടി പറഞ്ഞത്? അത് എന്റെ ഔദ്യോഗിക പദവിയുടെ പേരാണ്, അല്ലെ? അപ്പോൾ തന്നെ എനിക്കൊരു പേരുണ്ട്. ഇതുപോലെ ദൈവം എന്നുള്ളത് ദൈവത്തിന്റെ പേരല്ല, പക്ഷെ ദൈവമേ എന്ന് വിളിച്ചാൽ അത് കേൾക്കുന്നവനാണ് ദൈവം. ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി പറയുന്നവനാണ് ദൈവം. ഒരു സംശയം വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യേശു സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയ ബന്ധുക്കോസുകാർക്കുന്നുണ്ടോ? ഉണ്ടോ? ഹൃദയം നുറുങ്ങിയ മത്തോമാക്കാർക്കുന്നുണ്ടോ? ഹൃദയം നുറുങ്ങിയ യാക്കോബക്കാർക്കുന്നുണ്ടോ? മനുഷ്യനായി പിറന്ന ആരുടെ ഹൃദയം നുറുങ്ങി വിളിച്ചാലും അത് കേൾക്കുന്നവനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് ദൈവം കേൾക്കുന്നതാണോ? അല്ല. എത്രയോ നിഷ്കളങ്കമായ ആളുകള് ഈശ്വര എന്നെ സഹായിക്കണേ, എന്റെ ദൈവമേ എനിക്ക് ആരും ഇല്ലെന്ന് പറയുന്നിടത്തൊക്കെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. അത് ചെയ്യുന്ന ആരാണെന്നോ ആ സൃഷ്ടാവ് ആരാണെന്നോ ജനം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ദൈവം കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ദൈവം എന്നുള്ളത് ഒരു കോമൺ പദമാണ്. പക്ഷെ അപ്പോൾ തന്നെ ദൈവത്തിന് ഒരു പേരുണ്ട്. ആ പേര് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ സൃഷ്ടാവിനെ അറിയുന്നത്. എന്താണ് ആ പേര്? പിന്നാലെ നമുക്ക് വായിക്കാം. തൽക്കാലം ദൈവം എന്ന് പറയട്ടെ, അപ്പൊ കേൾക്കുന്നവർക്കും ഒരു സുഖം, നമുക്കും ഒരു സുഖം. അപ്പൊ വായിച്ചോ, ദൈവം. വായിച്ചോ. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു എന്നാണ് മൂലഭാഷ. മലയാള പരിഭാഷയിലായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ആയിത്തീർന്നു, ഓർമ്മ വെച്ചോ. പിന്നാലെ പറയാം. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടോ? എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്ന പദം ദൈവം. ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. ഒരു ദിവസത്തെ സൃഷ്ടിപ്പ് ഇത്രയും നടത്തി. മനോഹരല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി. ഇപ്പൊ 2025 കമ്പ്യൂട്ടർ യുഗമായി. ഇന്നും വെളിച്ചത്തിന് പേരെന്താ? പകല്. രാത്രിയുടെ പേരെന്താ? രാത്രി. അത് ശരി. അപ്പൊ നിങ്ങളുടെ ദൈവമാണോ ഇതിന് പകലും രാത്രി? എന്നാ പിന്നെ ഞങ്ങൾ നാളെ തൊട്ട് മണിക്കൂട്ടിന്ന് വിളിച്ചോളാം. ഇന്ന് വരാനും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും ഡേ തന്നെയാണ്, നൈറ്റ്. ഇനിയിപ്പോ നിങ്ങളുടെ ദൈവം ഇതൊക്കെ ഇടുന്നതിന് 6 മാസം മുമ്പേ ഞങ്ങളുടെ ദൈവം ഇട്ടായിരുന്നെന്ന് ഒരു അംഗീകരിക്കപ്പെട്ട ഒരു ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ ഫോട്ടോസ്റ്റാറ്റെങ്കിലും ഇതുവരെ ആരും കൊണ്ടുവന്നതായി കേട്ടിട്ടും ഇല്ല. അപ്പൊ ഇത് കേൾക്കുന്ന പരിസരക്കാർക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം വരും, അതെന്താ ഷമീറെ, താങ്കൾ മുമ്പ് വിശ്വസിച്ചിരുന്ന ഖുറാനിലൊന്നും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ച് കണ്ടിട്ടില്ലേ? ഉണ്ടെന്ന്. പിന്നെന്തിനാ താങ്കൾ അത് വിട്ടേച്ച് ഇതെടുത്ത്? കാര്യമുണ്ട്. ഈ പുസ്തകം പറഞ്ഞതിന് ശേഷം 600-610 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പുസ്തകം അത് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് വിട്ടേച്ച് ഇതെടുത്തത്. ഇനി ഇതിന് 6 മാസം മുന്നേ പറഞ്ഞ വല്ലതും ഉണ്ടെന്ന് കിട്ടിയാൽ നമുക്ക് അതിന്റെ പുറകെ പോകാം. ഇതുവരെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ പിടി കിട്ടിയോ? അത്രേ ഉള്ളൂ. ഇവിടെ ഇസ്ലാമിക സഹോദരങ്ങൾ ഈ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഇവിടെ ഷമീർ പാസ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉള്ളതാണോ എന്ന് ചോദിക്കണം. അവർ തന്നെ സ്നേഹത്തോടെ ചോദിക്കണം, വഴക്കിടാനൊന്നും പോകരുത്. അപ്പൊ അവർ തന്നെ പറഞ്ഞു തരും. പിന്നെ ചരിത്രം പഠിക്കുമ്പോൾ AD 570 ആണ് പ്രവാചകൻ സൗദി അറേബ്യയിൽ ജനിക്കുന്നത്. അതിനുശേഷം AD 570 ജനിക്കുന്നു. 40 വയസ്സ് തൊട്ട് 63 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കുറേശ്ശെയായി അദ്ദേഹത്തിന് വഹി കിട്ടിയെന്ന് അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ 570 + 40 = 610. മിനിമം 610 വർഷത്തെ ഗ്യാപ്പ് ബൈബിളുമായിട്ടുണ്ട്. എന്താ പ്രശ്നം? ഇതാരും വഴക്കുണ്ടാക്കുന്ന കാര്യമല്ല. ചോദിച്ചപ്പോൾ അതുള്ളതാണെന്ന് പറയുന്നത് ഒരു സത്യസന്ധമായ കാര്യം പറഞ്ഞു. അപ്പോൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ലോകത്തോട് ആദ്യം പ്രസ്താവിച്ചത് ഈ പുസ്തകമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരു മതത്തിന് വേണ്ടി, ഒരു ജാതിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവം എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അതാ ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറയും. ഇനി നമുക്ക് വേഗത്തിൽ താഴോട്ട് വായിക്കാട്ടെ. വേഗത്തിൽ
ഒന്നാം ദിവസം, ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാം ദിവസത്തിലെ ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് വിധാനത്തിന് കീഴെയുള്ള വെള്ളം വേർതിരിച്ചു. അടുത്തത് അങ്ങനെ സംഭവിച്ചു. സ്കൈ. ഇപ്പോഴും ഈ ആകാശത്തിന്റെ പേരെന്താ? ആകാശം. ദൈവം പേരിട്ടു. ആ പേര് ഇന്നും പേരായി തന്നെ നിൽക്കുന്നു. ദൈവം ഇല്ലെന്ന് പറയുന്നത് പോലും ഇതിന്റെ പേര് ഞാൻ നാളെ തൊട്ട് ഇതിനെ അങ്ങനെ വിളിക്കത്തില്ലെന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി പ്രസംഗം എന്നാണ് കേട്ട് രോഷം കൊണ്ട് മാറുന്നെങ്കിലോ. അപ്പൊ ഇന്നും അത് അങ്ങനെ തന്നെ ഇരിക്കും. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. അടുത്തത് 2 ദിവസത്തെ സൃഷ്ടിപ്പ് കഴിഞ്ഞു. ആരെ സൃഷ്ടിച്ചിട്ടില്ല? പറഞ്ഞേ. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. ബൈബിള് പഠിപ്പിക്കുന്ന എന്താണെന്നാ നമ്മൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കാണണോ? ആകാശത്തിന് കീഴെ പരത് കിടക്കുന്ന വെള്ളം ഒരു സ്ഥലത്തേക്ക് അതിലിട്ട് അങ്ങോട്ട് മാറി നിൽക്കാൻ ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ് കൽപ്പിച്ചു. അപ്പം വെള്ളം ഒരു സ്ഥലത്ത് ഒതുങ്ങി മാറി അതിലിട്ട് നിന്നപ്പോൾ കര കാണായി വന്നു. അല്ലാതെ ആരും മമ്മട്ടി കോടാലി ഒന്നും വലിച്ചെറിഞ്ഞപ്പോഴല്ല ഇത് വന്നത്. മനസ്സിലായോ? അപ്പൊ ദൈവം സൃഷ്ടിച്ചു. ആമേൻ. വെള്ളം അതിലിട്ട് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. കര കാണായി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചേ. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് ദൈവം സമുദ്രം എന്നും പേരിട്ടു. ആരെങ്കിലും ആ പേര് മാറ്റിയിട്ടുണ്ടോ? എർത്ത് ഇപ്പോഴും എർത്ത് തന്നെയാണ്. സമുദ്രം ഇപ്പോഴും മാറ്റിയോ? നമുക്കിത് ഇപ്പൊ എല്ലാം മാറ്റുന്ന കാലമാണല്ലോ. എന്നാൽ ഒരു ചേച്ചി ഫേസ്ബുക്കിലൂടെ വന്നിട്ട് പറയുകയാണ്, യഹൂദന്മാരുടെ ഒന്നും നമുക്ക് വേണ്ട, എല്ലാം ബഹിഷ്കരിക്കണം. ഇത് പറയുന്ന ഏതാ? അവന്മാര് കണ്ടുപിടിച്ച എല്ലാം മാറ്റുന്ന കാലം. അപ്പൊ ഇഷ്ടപ്പെടുകയല്ല. അപ്പൊ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഈ പേരൊക്കെ മാറ്റിയേക്കാൻ നമ്മൾ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇനി നാളെ പ്രസംഗം കേട്ട് ദോഷം കൊണ്ട് മാറ്റുന്നെങ്കിലേ ഉള്ളൂ. അപ്പം ആകാശം സമുദ്രത്തെയും തമ്മിൽ പേരിട്ടു. അങ്ങനെ അടുത്തത് ദൈവം നോക്കിക്കൊള്ളാം. സമുദ്രം ഭംഗിയായിരിക്കും. നമ്മളൊരു കാര്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ തന്നെ എടുത്ത് നോക്കുമല്ലോ, അല്ലെ? നമ്മളൊരു കാര്യം ഉണ്ടാക്കി, പണ്ട് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ അമ്മമാര് കുപ്പായം തയ്ക്കുമായിരുന്നു, അല്ലെ? കുപ്പായമൊക്കെ തയ്ച്ചു വെച്ചിട്ട് അവർ നോക്കുക, ഭംഗി കൊള്ളാം എന്ന്. ഇനി കൊള്ളത്തിലെന്ന് തോന്നി അതെല്ലാം കൂടെ അഴിച്ചേക്ക് വീണ്ടും ഒന്നുകൂടെ ചെയ്യും. രണ്ടാമത് ഇതുപോലെ. അപ്പൊ ദൈവം തന്റെ സൃഷ്ടിപ്പിനെല്ലാം നോക്കി അത് കൊള്ളാം, ഭംഗിയാണെന്ന് കണ്ടു. അടുത്തത് ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. വൃക്ഷങ്ങളും മുളച്ചു വന്നു. അതുകൊണ്ട് ഇനി ആരെങ്കിലും തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ ദൈവം മക്കൾ ശങ്കിക്കാതെ പറഞ്ഞേക്കണം, തെങ്ങാണ് ഉണ്ടായത്. വൃക്ഷങ്ങൾ മുളച്ചു വന്നിട്ടാണ് പിന്നെ അതിനകത്ത് ഫലം പിടിച്ചത്. മനസ്സിലായോ? അടുത്തത് വായിച്ചോ. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. കൊള്ളാം. ദൈവത്തിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. കൊള്ളാം, എല്ലാം മനോഹരവും ദൈവം കണ്ടു. 3 ദിവസത്തെ സൃഷ്ടിപ്പ് പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം ഭൂമിയിൽ നടത്തി. ആരെ സൃഷ്ടിച്ചില്ല? മനുഷ്യൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചില്ല. അടുത്തത് പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായി കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയാനായും ഉതകട്ടെ. അടുത്തത് ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ശ്രദ്ധിച്ച് പകൽ വാഴേണ്ടതിന് അതാരാ? സൂര്യൻ. അടുത്തത് രാത്രി വാഴേണ്ടതിന് അതാരാ? ചന്ദ്രൻ. അങ്ങനെ 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നിൽക്കട്ടെ. ഈ അടുത്ത കാലത്ത് ഒരുത്തൻ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് പറഞ്ഞു, ഈ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം എഴുതിയപ്പം ഒരു തെറ്റ് പറ്റിപ്പോയത്. എന്താ? 2-ാം ദിവസം നമ്മൾ വായിച്ച രണ്ടാം ദിവസം തന്നെ വെളിച്ചത്തെയും ഇരുളെയും പേരിട്ടു, പകലും രാത്രി എന്ന് പേരിട്ടു. 4-ാം ദിവസം ആയപ്പോഴാണ് സൂര്യനും ചന്ദ്രനും സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ എഴുതിയാക്കിയത് ദിവസം മാറിപ്പോയെന്ന്. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ബൈബിളിന് തെറ്റുപറ്റിയൊന്നും ഒന്നുമില്ല. സംഭവം സിമ്പിളാണ്. എന്താണ്? ആമേൻ. ഈ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് എന്തിനാന്ന് അവിടെ എഴുതി വെച്ചു. അത് ഇമാര് കണ്ടില്ല. എന്തിനാ? കാലം, ദിവസം, വർഷം എന്നിവ തിരിച്ചറിയാൻ
ആകാശവിധാനത്തിൽ രണ്ട് വലിയ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. ആർക്ക് തിരിച്ചറിയാൻ? ഹലോ, ദൈവത്തിന് തിരിച്ചറിയില്ലയോ? പിന്നെ ആർക്ക് തിരിച്ചറിയാൻ? 6-ാം ദിവസം ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട്. ആര്? മനുഷ്യൻ. ഇവന് കാലം, ദിവസവും, വർഷവും തിരിച്ചറിയാൻ രണ്ട് വെളിച്ചങ്ങൾ, അതാ സൂര്യനും ചന്ദ്രനും. ഇന്നും അത് വെച്ചിട്ടല്ലേ ഈ കലണ്ടർ, സൂര്യവർഷവും ചന്ദ്രവർഷവും ഗണിച്ചല്ലേ ഈ കലണ്ടർ ഇങ്ങോട്ട് അടിച്ചു തരുന്നത്. ആർക്ക് വേണ്ടിയാ? വരാനിരിക്കുന്ന മനുഷ്യന് വേണ്ടി എഴുതിട്ടില്ലേ. ഇനി അപ്പൊ ചോദിക്കാം, അന്നേരം പിന്നെ ആദ്യം ഉണ്ടായിരുന്ന വെളിച്ചം ഏതാണ്? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇനി ദൈവമക്കൾ ഇവിടുന്ന് ചെല്ലുന്ന, ദൈവസന്നിധിയിൽ ചെല്ലുന്ന ആ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവമാണ് അവിടെ പ്രാർത്ഥന. പ്രശ്നം കണ്ടോ? അപ്പൊ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ട് വലിയ വെളിച്ചങ്ങൾ, കാലവും ദിവസവും വർഷവും തിരിച്ചറിയാൻ വേണ്ടി. നമ്മൾ പറയട്ടെ രാത്രി ആയടി, രാവിലെ ആയടി, നേരം വെളി, ഇതൊക്കെ പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാ? സൂര്യനും ചന്ദ്രനും ഇവിടെ ഉള്ളതുകൊണ്ട്. മനസ്സിലായോ? ഒരു ദിവസം സൂര്യൻ വരാതിരുന്നാൽ നമ്മൾ പറയും ഇതുവരെ വെളുത്തില്ലെന്ന്. ഇച്ചിവിടെ ഉറങ്ങാടി, വെളുത്തില്ല. പിന്നെ ഉറങ്ങി, വെളുത്തില്ല, വെളുക്കുന്നേ ഇല്ല. അപ്പോ ഇത് തിരിച്ചറിയാൻ സൃഷ്ടാവ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണിത്. അപ്പൊ എത്ര മനോഹരമാണെന്ന് നോക്കി. അടുത്ത വാക്ക് വായിച്ചേ. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ആ കണ്ണ് ചിമ്മുന്ന താരകങ്ങളെ ദൈവം സൃഷ്ടിച്ചു. അടുത്തത്. ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെ ഇരുളിനെ തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം അവയെ ദൈവം ആകാശവിധാനത്തിൽ നിർത്തി. വർഷം ഇത്രയും കഴിഞ്ഞു, ഇന്നും ഇത് എവിടെ നിൽക്കുന്നത്? ദൈവം നിർത്തിയാൽ അവിടെ നിൽക്കും. മനോഹരമായിട്ടുണ്ട്. അടുത്തത് വായിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സായി 4-ാം ദിവസം. 4 ദിവസത്തെ സൃഷ്ടിപ്പ് കഴിഞ്ഞു. ആരെ സൃഷ്ടിച്ചില്ല? മനുഷ്യനെ സൃഷ്ടിച്ചില്ല. എന്റെ കോസുകാർക്ക് ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ സൺഡേ ക്ലാസ്സിൽ പഠിക്കും. നിങ്ങൾക്കോടല്ല പറയുന്നത്, പൊതുജനത്തോടാണ് പറയുന്നത്. 4 ദിവസത്തെ സൃഷ്ടിപ്പ് നടത്തി, മനുഷ്യനെ സൃഷ്ടിച്ചില്ല. 5-ാം ദിവസത്തിലേക്ക് വായില്ലേ. അപ്പൊ നേരത്തെ അതിരിട്ട് മാറ്റി, പേരിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന സമുദ്രത്തിലോട്ട് നോക്കിയിട്ട് സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ദൈവം പറയുകയാണ്, എന്താണ്? വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. അടുത്തത്. പർവ്വജാതി പറക്കട്ടെ. അടുത്തത്. കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് കരിക്കുന്ന സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ടോ നിങ്ങൾ വർദ്ധിച്ചു പെരുകി. കേട്ടോ, സമുദ്രത്തിൽ സൃഷ്ടിച്ച ജലജന്തുക്കളോട് സൃഷ്ടാവ് പറയുക, അയല, മത്തി, ചാള, ചൂര, നെമ്മീൻ, നത്തോലിയോട് പറയുക, നിങ്ങൾ പെറ്റു പെരുകി 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 സമുദ്രത്തിലൊക്കെ നിറയാൻ. എന്തിനാച്ചാ? 6-ാം ദിവസം ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട് മനുഷ്യൻ. ഇവൻ രാവും പകലും കപ്പലും ബോട്ടുമായി കോരിക്കൊണ്ടു വന്നാലും തീരാത്തത്ര മനുഷ്യ സമ്പത്ത് സമുദ്രത്തിന്റെ അകത്ത് ഇപ്പോഴും പെരുകി വെച്ചേക്കുക. പടച്ചവൻ സൃഷ്ടാവ് ദൈവം. ആ ദൈവം ആരാന്ന് പഠിക്കും. സ്തോത്രം. ഇത്ര മനോഹരമായിട്ടാ പ്രപഞ്ചത്തെ നിർമ്മിച്ചിരിക്കുന്നല്ലേ. സ്തോത്രം. പെറ്റു പെരുകാൻ പറഞ്ഞു. ഇന്നുമില്ലേ സമുദ്രത്തിന്റെ ആഴം ഇളക്കാൻ? ഇന്ന് ഏതെങ്കിലും ശാസ്ത്രത്തിന് സമുദ്രത്തിന്റെ ആഴം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഒരു വാക്കുണ്ട്, പണ്ട് എന്തെല്ലാം പറഞ്ഞാലും സ്വത്രം പറയാത്ത ഒരു അച്ചായൻ സഭയിലുണ്ടായിരുന്നെന്ന. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ വാ തുറന്നൊരു സ്വത്രം പറയത്തില്ല. അപ്പം ഒരു പ്രസംഗം വന്നിട്ട് പിന്നെ കടലിന്റെ അടിത്തട്ടിന് ഏകദേശം ഇത്രയും ആഴം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചാടി എഴുന്നേറ്റ് ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പൊ അതന്നെ ഇതുവരെ ഈ അച്ചാൻ ഇങ്ങനെ ഒരു സ്വത്രം പറഞ്ഞ് കണ്ടിട്ടില്ലെന്ന്. ഇതെന്താ അച്ചാന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, അവൻ എന്റെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇട്ട് കളഞ്ഞുകൊണ്ട് ബാക്കി കിടക്കുക. ഇത്രയും ആഴമുള്ളതിൽ നീ ആരും തപ്പിയെടുത്തോണ്ട് വരാത്ത രീതിയിൽ എന്റെ പാപം ദൈവം മറച്ചു വന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിച്ചതാണ്. മനോഹരമല്ലേ? സമുദ്രത്തിലെ ജലജന്തുക്കൾ പെറ്റു പെരുകാൻ കൽപ്പിച്ചു. വായിച്ചോ. കൽപ്പിച്ചു, അനുഗ്രഹിച്ചു. 5 ദിവസത്തെ സൃഷ്ടിപ്പ് പടച്ചവൻ സൃഷ്ടാവ് ഈശ്വരൻ ഭൂമിയിൽ നടത്തി. ആരും സൃഷ്ടിച്ചില്ല, മനുഷ്യനെ സൃഷ്ടിച്ചില്ല. ഇനി കാതലായ വിഷയത്തിലോട്ട് കയറുക. യേശു ഒരിക്കലായി വന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിന്? 6-ാം ദിവസത്തിലേക്ക് വായിച്ചു. അതത് തരം കന്നുകാലി. എന്താ കന്നുകാലി? ആട്, മാട്, പശു, പോത്തരുമ, കന്നുകാലി. അടുത്തത് ഇഴജാതി. എന്താ ഇഴജാതി? പാമ്പ് വർഗത്തിൽപ്പെട്ടതല്ല, ഇഴജാതി. അടുത്തത് കാട്ടുമൃഗം. എന്താ കാട്ടുമൃഗം? കാട്ടുപന്നി, കാട്ടണ, കാട്ടുപോത്ത്, കാട്ടുമൊഴി, കാട്ടി കിടക്കുന്നതല്ല കാട്ടുമൃഗം. ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോഴിവിടെ ആരില്ല? പറ. അപ്പോഴിവിടെ ആരില്ല, മനുഷ്യനില്ല. അതുകൊണ്ട് കന്നുകാലി എന്തായിരുന്നു? കന്നുകാലി മനുഷ്യനില്ലല്ലോ.
ഇഴജാതി എന്തായാലും ഇഴജാതി, കാട്ടുമൃഗം എന്തായാലും കാട്ടു, മനുഷ്യനില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ആര് വന്നു? ഈ ഇരുകാലി വന്നപ്പോൾ ഗതി പലതിനെ വിളിച്ച് ദൈവമാക്കി. അപ്പൊ പശു ദൈവമായി. പ്രശ്നമായില്ലേ? അതുവരെ കന്നുകാലിയായിരുന്നു പുള്ളി. ഇഴഞ്ഞു നടക്കുന്നതിനും എന്താക്കി? ദൈവമാക്കി. ഇത് ഇന്ന് വരെ ഒരാളെ കഴിച്ചിട്ട് അയ്യോ സോറി ആള് മാറിപ്പോയി സോറി അങ്ങനെ പറഞ്ഞ ചരിത്രമുണ്ടോ? ഇല്ല. ഇനി ദൈവം ഭക്തനെ കാണാൻ വീട്ടിൽ വന്നാലും ഏഴയായി അടിയനെ കാണാൻ അടിയന്റെ വീട്ടിൽ വരാൻ അടിയൻ എന്തുള്ളൂ എന്നാണോ? ബാബാ സുരേഷിനെ വിളി. ഉള്ളതാണോ പറഞ്ഞേ? ഉള്ളതല്ലേ പറഞ്ഞേ? ദൈവം ആരാന്നറിയാം. സ്തോത്രം. മനസ്സിലായോ? ദൈവം ആരെന്ന്. അതിനായി സുവിശേഷമൊക്കെ നടത്തുന്നത് മനുഷ്യൻ തന്റെ സൃഷ്ടാവിനെ അറിയാം. അല്ലാതെ നാട്ടുകാരെ പിടിച്ചുകൊണ്ട് കഞ്ഞിയും പേരും കൊടുത്ത് മതം മാറ്റുന്ന വകുപ്പല്ല. ഇതാ വേദപുസ്തകം മനുഷ്യനെ പഠിപ്പിക്കുന്നില്ല. അല്ലാതെ ഒരു ഞായറാഴ്ച ഒരു സഹോദരൻ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അപ്പുറത്തുകാരനെ എതിർക്കണം, ഇപ്പുറത്തുകാരനെ എതിർക്കണം, നിങ്ങൾ അവരോട് മിണ്ടല്ലേ, ഇതൊന്നും അല്ല സഭയ്ക്കകത്ത് പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലെ സത്യങ്ങൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ അത്യാവശ്യം സ്കൂളിൽ പോയവനാണെങ്കിൽ അവന് കാര്യം മനസ്സിലാവും. അവൻ സൃഷ്ടാവിനെ അറിയും. അപ്പൊ അവൻ ആരാധനയ്ക്ക് വരും. ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നോക്കുക, കന്നുകാലി ഇടജാതി കാട്ടുമൃഗത്തിനെ എല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ ഇവിടെ മനുഷ്യനില്ലേ? അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഉണ്ടാക്കി നല്ലതൊന്ന് ദൈവം കണ്ടു. ഇനി കേട്ടോ കാതലായ വിഷയം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക. സ്വർഗത്തിലെ സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ പറവെ സൃഷ്ടിച്ച പോലെ, കന്നുകാലിയെ സൃഷ്ടിച്ച പോലെ, മൃഗജാതിയെ സൃഷ്ടിച്ച പോലെ ഒരു മനുഷ്യൻ ചാക്കോച്ചൻ എഴുന്നേറ്റ് വരട്ടെ എന്ന് പറഞ്ഞില്ല. പകരം എന്താ ദൈവം പറയുന്നു? നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം. അർത്ഥാൽ ഈ ലോകത്തിൽ ഈശ്വരന്റെ സൃഷ്ടാവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അത് ഞാനും നീയുമാണ്. അത് മനുഷ്യനാണ്. എത്ര വിലപ്പെട്ട സൃഷ്ടിയാണ് നമ്മളെന്ന് ഓർക്കണം. ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചിന്തിക്കും ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും അപ്പം ദൈവത്തിന്റെ ഫോട്ടോ കോപ്പിയാണോ മനുഷ്യൻ? അപ്പൊ ദൈവം ഏത് മനുഷ്യനെ പോലെ ഇരിക്കും? സായിപ്പിനെ പോലെ വെളുത്തിരിക്കോ, ആഫ്രിക്കനെ പോലെ കറുത്തിരിക്കും എന്നൊക്കെ ചിന്തിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സാദൃശ്യത്തിന് സ്വരൂപത്തിന് സൃഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഫോട്ടോ കോപ്പി ആയിട്ട് സൃഷ്ടിച്ചെന്നല്ല. പിന്നെന്താ? മൃഗങ്ങൾക്കില്ലാത്ത, കന്നുകാലിക്കില്ലാത്ത, ഇടജാതിക്കില്ലാത്ത, പറവജാതിക്കില്ലാത്ത ഒരു പ്രത്യേകത ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നു. എന്താ പ്രത്യേകത എന്നറിയാമോ? ആമേൻ. വിലപ്പെട്ട ആത്മാവിനെ തന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് സഭാപ്രസംഗം പറയുന്നത് മനുഷ്യൻ മരിക്കും, പൊടി 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 പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകും. അപ്പൊ വിലപ്പെട്ട ആത്മാവുള്ളവനാണ് മനുഷ്യൻ. ശരിയല്ലേ? മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ? ഹലോ, ഉണ്ടോ? ഏതെങ്കിലും ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? എടീ പിന്നെ രമണി വീട്ടിലെ പട്ടി അങ്ങ് ചത്തടി, അടുത്ത ആഴ്ച 16 രൂപ ഇഡലി തിന്നാൻ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിലെന്ന് പറ. ഇല്ല. ക്രിസ്ത്യാനി വിളിച്ചിട്ടുണ്ടോ? മറിയാമേ പശു അങ്ങ് ചത്തടി, അടുത്ത ആഴ്ച പാട്ട് കുർബാനയാ, പള്ളിയിൽ അച്ഛനൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞോ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. മുസ്ലിം സഹോദരങ്ങൾ വിളിച്ചിട്ടുണ്ടോ? വീട്ടിലെ എരുമ അങ്ങ് ചത്തു, പിന്നെ 11ാം കത്തത്തിന് ചെമ്പ് പൊട്ടിക്കും, ബിരിയാണി അടിക്കാൻ പറഞ്ഞോന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. മൃഗങ്ങൾ ചത്താൽ എടുത്ത് കുഴിച്ചിട്ട് വിഷയം അവിടെ കഴിഞ്ഞു. മനുഷ്യൻ മരിച്ചാലോ ശേഷക്രിയ, മോക്ഷക്രിയ, അടിയന്തരം, പാട്ട് കുർബാന, കത്തം ഇതെല്ലാം നടത്തുന്നതിന്റെ പിന്നിൽ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. അവന്റെ അകത്ത് വിലപ്പെട്ട ഒരു ആത്മാവുണ്ടെന്ന ബോധ്യം മനുഷ്യനുണ്ട്. അതിന് മോക്ഷം ലഭിക്കണം. അതിനുവേണ്ടി ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യന്റെ അകത്ത് വിലപ്പെട്ട ആത്മാവുണ്ട്. ഇനി തെളിവ് വേണോ? തരാം. ഈ കൺവെൻഷന്റെ നോട്ടീസ് ഏഴംകുളത്ത് നിന്ന് വിരിഞ്ഞപ്പം തൊട്ടേ പലയിടത്തും കെട്ടിവെച്ചിട്ടുണ്ട്. ബാനർ, സുവിശേഷ യോഗം, ഷമീർ ബന്ധം, റെനി ജോർജ്, എല്ലാം കെട്ടിവെച്ചേക്കാം. ഇത് ഈ കസേരയിൽ ഇരിക്കുന്ന മനുഷ്യന്മാർ മാത്രമേ കണ്ടിട്ടുള്ളൂ? പറ. അല്ലല്ലോ. വഴി പോകുന്ന പട്ടി തലവൊക്കെ നോക്കി, സുവിശേഷ യോഗം, ഷമീർ ബന്ധം. പട്ടി അതിന്റെ വാട്ടിന് പോയി. കാക്ക ഫ്ലക്സ് വന്നിരുന്നു, കുനിഞ്ഞു നോക്കി, സുവിശേഷ യോഗം. കാക്ക അതിന്റെ വാട്ടിന് പറഞ്ഞ് പോയി. ആട് കണ്ട്, പശു കണ്ട്, പോത്ത് കണ്ട്. എരുമ തലവൊക്കെ നോക്കിയപ്പോൾ ഒരു ഫ്ലക്സ്, സുവിശേഷ യോഗം. അതിന് എരുമയ്ക്കുന്ന ചില എരുമയാണ് അത് കടിച്ചെന്ന് കീറി. ചില എരുമകൾ അങ്ങനെ കീറും. ഇല്ലേ? അതിനോട് പറയാൻ പറ്റുമോ എരുമ ഞങ്ങളുടെ യോഗ എരുമ? അറിയത്തില്ല. ചില എരുമകൾ കീറും. എന്നാൽ 6 മണിക്ക് കോയർ മാട്ട് തുടങ്ങിയപ്പോൾ ഒറ്റ എരുമ ഇവിടെ വന്നിരുന്നോ? പാട്ട് കേൾക്കാം? ഇല്ല. ഇപ്പോഴും തെങ്ങിന്റെ കൂട് കൂട്ടി കാക്ക ഇരിപ്പുണ്ട്. പറഞ്ഞു വന്ന കസേരയിൽ ഇരുന്ന് എന്നാ പിന്നെ നമുക്ക് കേട്ടേക്കാം. അങ്ങനെ ഇരിക്കുന്നോ? ഇല്ല. എന്താ? ദേഹമുണ്ട്, ദേഹിയുണ്ട്, എന്തില്ല? ആത്മാവില്ല. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ. വിലപ്പെട്ട ആത്മാവുള്ളവനാണ് മനുഷ്യൻ.
അതുകൊണ്ട് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ തമ്പുരാൻ സൃഷ്ടിച്ചത് ആത്മാവുള്ളവനായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ റോഡിൽ നിന്ന് വിളിച്ചു പറയുന്നത്, സഹോദരി ആത്മഹത്യ ചെയ്യരുത്, സഹോദര ആത്മഹത്യ ചെയ്യരുത്. എന്താ? ആത്മാവിനെ ഹത്യ ചെയ്യരുത്. ദൈവം തന്നെ ആത്മാവിനെ സ്വയം നശിപ്പിക്കരുത്, കൊല്ലരുത്. ഒരു പെണ്ണുമ്പിള്ള തന്നെത്താൻ ചാകാൻ വേണ്ടി ഫാനെ കുരുക്കിട്ട് തൂങ്ങി ഫാനെല്ലാം കൂടെ ഇളകി താഴെ കൊണ്ടു പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടു ചെന്നു. ഒരു ഡോക്ടർ പറഞ്ഞു തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ പോലീസുകാർ വന്ന് കേസെടുത്തു. എന്തിനാ? ആത്മഹത്യാശ്രമത്തിന്. തന്നെത്താൻ ചാകാൻ പോയാലും കേസോ? എന്തിനാ? ആത്മാവിനെ ഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഭഗവാൻ വിലപ്പെട്ട ആത്മാവ് എന്നിൽ നിങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, സഹോദര സഹോദരി, അവൻ ജീവിതത്തിൽ എന്ത് തകർച്ചയായിക്കോട്ടെ ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർക്കാൻ ചിന്തിക്കരുത്. കാരണം വിലപ്പെട്ട ആത്മാവിനൊരു നിത്യതയുണ്ട്. മരണത്തിന്റെ അപ്പുറത്ത് അത് ദൈവത്തിന്റെ അടുക്കൽ എത്തേണ്ടതുണ്ട്. അതിനെ നരകത്തിന്റെ പടുകുടിയിലേക്ക് തള്ളിയിടരുത്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യരുത്. ഞാൻ 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിയും ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തീർക്കാൻ പ്ലാൻ തയ്യാറാക്കിയവരാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഞങ്ങളോട് മാത്രം എന്താ ദൈവത്തിന് ഇത്രയും വിരോധം? ഞങ്ങൾ ദൈവത്തിന് എന്തെങ്കിലും ദോഷം ചെയ്തു? നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ അർഹതയില്ല എന്തെല്ലാം പറഞ്ഞു ചത്ത് കളയാമെന്ന് ചിന്തിച്ചിടത്ത് ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പോലെ ഈ സുവിശേഷം ഞങ്ങളുടെ കാതിൽ വന്ന് പതിച്ചത് കൊണ്ടാണ് ഇന്നും ജീവനോട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഇത് കളിയല്ല ദൈവം. ഇതിന്റെ പിന്നെ ഗൗരവമായ വിഷയങ്ങളുണ്ട്. കൊണ്ട് പറയാം, വിലപ്പെട്ട ആത്മാവുള്ളവനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ മാത്രമേ എങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇത്രയും മനസ്സിലായി, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? 2:7 വായിച്ച. 2:7 എങ്ങനെ സൃഷ്ടിച്ചു? നിലത്തെ പൊടി കൊണ്ട്. ആര്? യഹോവയായ ദൈവം. അങ്ങനെ യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. കണ്ടോ? അതുവരെ പട്ടിയെ പൂജയെ ആടിനെ പാടിയെ ഉണ്ടായിട്ടെ എന്ന് പറഞ്ഞെടുത്ത് ഒരു മനുഷ്യൻ ഉണ്ടായിട്ടെ എന്ന് പറയല്ല. സ്വർഗത്തിലെ സൃഷ്ടാവ് ഈശ്വരൻ തന്റെ കരാങ്കുലികളാൽ ഇന്നത്തെ മണ്ണ് കൊണ്ടൊരു മനുഷ്യന്റെ രൂപം നിർമ്മിച്ചു. കണ്ടോ? അല്ലാതെ പണ്ട് നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന പറ. നമ്മളെയൊക്കെ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ച മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന? കൊരങ്ങിയും നന്ന്. അപ്പൊ നമ്മൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിലും ശാസ്താംകോട്ടയിലും ഒക്കെ ഇപ്പോഴും കിടപ്പുണ്ടല്ലോ കുരങ്ങന്മാര്. എന്നെ ആഴ്ച ഓരോ മനുഷ്യൻ ഇങ്ങോട്ട് വരാത്ത. ഒരാഴ്ച നാരായണൻകുട്ടി, അടുത്ത ആഴ്ച മുഹമ്മദ് കുട്ടി, പിന്നെ ആഴ്ച തോമസ് കുട്ടി. വരട്ടെന്ന് വരുന്നില്ലല്ലോ. ഇപ്പോഴും കുരങ്ങായിട്ട് തന്നെ കിടക്കണേ. ഇതൊന്നും ആരുടെയും തലയിൽ കയറത്തില്ല. മനസ്സിലായോ? പിന്നെ ചിലരോട് തർക്കിച്ചിട്ടും കാര്യമില്ല. കാരണം എന്റെ വല്യപ്പച്ചൻ കുരങ്ങനാന്ന് പറയുന്നവരോട് തർക്കിച്ചിട്ട് കാര്യമുണ്ട്. നമ്മൾ പറയണത് ശരി ചേട്ടാ, ചേട്ടന്റെ വല്യപ്പൻ കുരങ്ങൻ, ഞങ്ങളുടെ തൽക്കാലം അങ്ങനല്ല എന്ന് പറഞ്ഞ് അവിടെ നമുക്ക് വീഴണം, വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്. എന്നാൽ വേറെ ദിവസം പറയുന്നത് കുരങ്ങും പുഴുവായിട്ടൊന്നല്ല, ദേഹത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ നിർമ്മിച്ചു. മനസ്സിലായോ? എന്നിട്ട് അനക്കമില്ല. എപ്പോഴാണ് അനക്കം വെച്ചത്? വായിച്ചേ. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേശവാസികളോട് പറയാം, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഈ പരിസരത്ത് എന്നെ കേൾക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഇരുകാലിയാണെങ്കിൽ നിന്റെ മൂക്കിലേക്ക് സൃഷ്ടാവൂതിയ ജീവശ്വാസമാണ് ഇന്നും മേപ്പോട്ടും കീഴ്പോട്ടും മനുഷ്യൻ. സ്തോത്രം അല്ലേ? ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഇത്രയും വലിയ ഓക്സിജൻ ഒക്കെ ഉള്ള ഈ അന്തരീക്ഷത്തിൽ ഒരിഞ്ച് ശ്വാസം ഒന്ന് കിട്ടാതെ പോയാൽ ഇല്ല പുലേനാർക്കോട്ടെ പോയി കിടന്നുണ്ട് വലിക്കുമല്ലേ? ഇല്ലേ? ചിന്തിച്ചു നോക്ക്. ഒരിഞ്ച് ശ്വാസം സൃഷ്ടാവ് നൽകിയ ശ്വാസം, അത് ദൈവം ഊതിയ ജീവശ്വാസം. അതിനകത്ത് സകല മനുഷ്യനും ജീവിക്കുന്നത്. ഇനിയിപ്പോ ഇത് കേൾക്കുന്ന സുവിശേഷമോ യേശു ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരാള് അവിടെ കേൾക്കുന്ന ആളിരുന്നോ, പിന്നെ നിങ്ങളുടെ ദൈവം ഊതി. അതിന് 6 മാസം മുമ്പേ ഞങ്ങളത് ഊതിയായിരുന്നു. എന്നാ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടിങ്ങോട്ട് കയറുക. എന്നാ പിന്നെ നോക്കണോ ആരാ ഊതിയത്? അങ്ങനെ ഊതിയ ഉണ്ടെങ്കിൽ അറിയണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉലകത്തിലെ ഏത് മതവിഭാഗക്കാരോടും ലോകത്തിലെ ആദ്യത്തെ മനുഷ്യർ ആരാന്നൊന്ന് ചോദിച്ചു നോക്കേ. കണ്ണും പൂട്ടി 2 പേരെ എന്റെ ചെറുപ്പകാലം തൊട്ട് ഇന്ന് വരെ കേട്ടിട്ടുള്ളൂ. ഏതാ? ആദം ഹവ്വായും. അത് പറഞ്ഞാൽ ഈ പുസ്തകമാണ്. ഈ പുസ്തകം പറഞ്ഞതിന് ശേഷമേ പലതും ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. അപ്പോ ആദ്യത്തെ മനുഷ്യൻ ആണ്. അവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ച സൃഷ്ടാവ് ആദ്യത്തെ കല്യാണം, ഉലകത്തിൽ ആദ്യത്തെ കല്യാണം അവന് തക്ക തുണ നൽകി. ചെറുക്കന്റെ പേര് ആദം, പെണ്ണിന്റെ പേര് ഔവ. കല്യാണം നടന്ന ഓഡിറ്റോറിയം ഏദൻ. കല്യാണം നടത്തിയ ഉപദേശി സെൻട്രൽ പാസ് അല്ല, യഹോവയായ ദൈവം.
അപ്പം ഇന്ന് ഈ പരിസരത്ത് തന്നെ കേൾക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അതുവരെ ദൈവം സൃഷ്ടിച്ചു, ദൈവം അനുഗ്രഹിച്ചു, ദൈവം നല്ലതെന്ന് കണ്ടു, ദൈവം എന്ന് പറഞ്ഞ പുസ്തകം മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ അവിടെ എഴുതിയത് ശ്രദ്ധിച്ചോ, യഹോവയായ ദൈവം. മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം തന്റെ പേര് വെളിപ്പെടുത്തി. അതെ, യഹോവ, അത് തന്നെ എന്റെ നാമം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രാരംഭത്തിൽ ദേശത്തോട് വിളംബരം ചെയ്യാം, അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏക സത്യ നിത്യ ദൈവമേ ഉള്ളൂ, അതത്ര യഹോവയായ ദൈവം. അതുകൊണ്ട് ആ പണ്ടത്തെ കൺവെൻഷനുകളിൽ പിള്ളേർ പാടിയത് ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, ഏക സത്യ സ്തോത്രം. ഏക സത്യ ദൈവമുള്ളൂ. അത് ആ ഒരു പാട്ട് മതി സൂചേട്ടത്തിന്. ഇപ്പൊ കുറെ പാട്ടുണ്ട്, ഒന്നും പറയണ്ട. കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ വിട്ടുന്നില്ല. ഉപവാസ പ്രാർത്ഥന എങ്ങാനും ആണെ പൊരിച്ചാന്. ഇപ്പൊ പാട്ട് വെളുപ്പാങ്കാലത്ത് ഒരുത്തരം ഉറക്കം എഴുന്നേറ്റ് അവര് വീറ്റും പെയ്തു, എന്തൊരു പറയാനാ, എന്തൊരിപ്പ ചെയ്യാനാ, പണ്ടേ ഞാനൊരു തല്ലിപ്പുള്ളിയാ. അതിനിപ്പോ നമ്മളെന്താ വേണം? ഇത് പാടിയിട്ട് കുറെ പെണ്ണുങ്ങൾ കൂട്ടാ, പണ്ടേ ഞാൻ ഒന്നും പറയുന്നില്ല. ചർച്ചിനകത്തൊക്കെ എന്നെ മീറ്റിങ്ങിൽ വിളിക്കുന്നത് കൂട്ടിച്ച് വേണം. പണ്ടത്തെ പാട്ട്, സിയാദ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സൂചിയേട്ടൻ കോട്ടയത്തുണ്ട്, അദ്ദേഹത്തിന്റെ അയൽവാസിയാണ്. അദ്ദേഹം രക്ഷയിലേക്ക് വന്നെങ്ങനെന്നറിയാം, മാവേലിക്കര രാജു കൺവെൻഷൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടിയ പാട്ടിന്റെ വരിയ ആ മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടു. 1.5 മണിക്കൂർ പ്രസംഗത്തിനേക്കാൾ ജീവനുള്ളതായിരുന്നു പാട്ട്. ഇപ്പൊ എന്നാ പാട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തായാലും നല്ല പാട്ടുകളാണ് പാടിയ, സന്തോഷം, ദൈവം അനുഗ്രഹിക്കും. ചിലയിടത്തൊക്കെ പോകുമ്പോൾ നമ്മളങ്ങ് കരഞ്ഞു പോകും. പാട്ട് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവന്മാരല്ലേ ഇപ്പം പാട്ട്, സിനിമാ പാട്ടിന്റെ കോപ്പി അടിച്ച് ഇറങ്ങുക. ഇവിടെ അടൂരുണ്ട്, അതുകൊണ്ടാണ് പോട്ടെ, വിഷയത്തിലോട്ട് തിരിച്ചു വരാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞ് തക്ക തുക ഉണ്ടാക്കി കൊടുത്ത് ഉലകത്തിൽ ആദ്യമായി മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു. അവർ സന്തോഷത്തോടെ ഏദൻ പൂങ്കാവനത്തിൽ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാണ് ഒന്നാം ഘട്ടം. ഇതാണ് ബൈബിള് പഠിപ്പിക്കുന്ന ഒന്നാം ഘട്ടം. ഇതിൻ്റെ അകത്ത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ള വല്ലതും ഉണ്ടോ? ഇത്രയേ ഉള്ളൂ വിഷയം. ഇതാ ഈ പഠിപ്പിക്കുന്നത്. ചർച്ചയിൽ വരുന്നവരെ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാ. അല്ലാതെ ആരെ അടിക്കാനും പിടിക്കാനും ആക്രമിക്കാനും കള്ളു കുടിക്കാനും കഞ്ചാവ് അടിക്കാനും ഒന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഇവിടെ പഠിപ്പിക്കുന്നത് നീ സൃഷ്ടാവ് അറിഞ്ഞ് ജീവിക്കണം. അപ്പോ മനുഷ്യൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വേറെ മനുഷ്യൻ തമ്മിൽ അടിയില്ല. കാരണം വേറെ മനുഷ്യരില്ല, ദൈവങ്ങൾ തമ്മിൽ അടിയില്ല, വേറെ ഇല്ല. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. പിന്നെ എവിടെയാ പ്രശ്നത്തിന്റെ തുടക്കം? സൃഷ്ടാവായ ദൈവത്തിക്കൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകപ്രവേശനം ചെയ്ത ഒരുത്തൻ, അവൻ നാട്ടുകാരി പലരും അവനെ പിശാച്, പിശാച്, ഇബ്ലീസ്, ശൈത്താൻ, സാത്താൻ എന്നിങ്ങനെ പല പേരുകളിൽ സംബോധന ചെയ്യുന്ന ഇരുട്ടിന്റെ ആത്മാവ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ആകെ കൂടെ ഒരു ദൈവം യഹോവയായ ദൈവം, ആകെ കൂടെ 2 മനുഷ്യൻ ആദം പോവാന്ന് ഉപദേശിച്ചല്ല പറഞ്ഞു. ഈ കിടക്കി പിശാച് എവിടുന്ന് കയറി? ന്യായമായൊരു ചിന്തയാണ്. അതെ. എന്നാൽ ചരിത്രം പഠിക്കുമ്പോൾ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കും മുമ്പേ ദൈവം ദൈവസന്നിധി ദൂതസംഘത്തെ മാലാകവൃന്ദത്തെ സൃഷ്ടിക്കുന്നു. രാവും പകലും മാലാകവൃന്ദം, സാറാബുകളും ദൂതന്മാരും പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൂതസംഘത്തിൽ ഒരുവൻ, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ചിന്ത, അവൻ സകലരും രാവും പകലും ആരാധിക്കുന്ന ഈ മഹാദൈവത്തിന്റെ സിംഹാസനം, നാട്ടുഭാഷ പറഞ്ഞ കസേര. അത് കണ്ടപ്പോ ഇവന്റെ അകത്തൊരു ചിന്ത, ദൈവം ഇരിക്കുന്ന ആ കസേരയിൽ ഒരു ദിവസം ഞാനും ഒന്ന് ഇരിക്കുമെന്ന്. അപ്പൊ ഈ ആരാധന മൊത്തം ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും. അന്ന് ഇന്ന് എന്നും അവൻ ഒറ്റ കൊതിയുള്ളൂ, ഈ ലോകം ഇതിൽ കാണുന്ന സകലതും ഞാൻ വേണം, നിങ്ങൾ തന്നേക്കാം, പക്ഷെ എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ദൈവത്തിന് കൊടുക്കുന്ന ആ ആരാധന എനിക്ക് കിട്ടണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നും അവന്റെ ആഗ്രഹം അത് അത്രയേ ഉള്ളൂ. അപ്പൊ ദൈവത്തിന്റെ കസേര ഹൃദയത്തിൽ മോഹിച്ചവൻ, എന്റെ ഭാഷ പറഞ്ഞാൽ അന്ന് തുടങ്ങിയതാണ് കസേരയ്ക്കുള്ള അടി. ഇന്ന് അല്ലേ? പിന്നെ ഞാനൊക്കെ പോയല്ലോ. അതകത്തായാലും ശരി പുറത്തായാലും ശരി, കുമ്പനാട്ടും തിരുവല്ലായിലും പുനലൂരും കസേരയ്ക്ക് അടിക്കാൻ വേണ്ടി നിൽക്കുന്ന സകല എണ്ണത്തിന്റെ അകത്ത് ലൂസിഫറാണ് പരിശുദ്ധാത്മാവ്.
ഇവിടെ ദൈവദാസന്മാർ ഇരിപ്പുണ്ട്, വചന പഠനമുള്ളവർ ഇരിപ്പുണ്ട്. ഷമീർ പാസ്റ്റർ പറഞ്ഞത് തെറ്റാണെന്ന് വചനാടിസ്ഥാനത്തിൽ ഇവരാരും പറയുന്നില്ല. എന്താ കാര്യം അറിയാമോ? വേദപുസ്തകത്തിൽ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരന് വേണ്ടി, ഞങ്ങളുടെ രണ്ടുപേരുടെ നടുക്കൊരു കസേരയുണ്ട്, ഈ കസേരയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കൂട്ടുവേലക്കാരന് എതിരായി സംസാരിക്കരുത്, അദ്ദേഹത്തിനെതിരെ പ്രസ്താവന ഇറക്കരുത്, ഊമം കത്തയക്കരുത്, ദോഷം പറയരുത്. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഈ കസേരയ്ക്ക് നിന്നാൽ എൻ്റെ അകത്ത് ദൈവാത്മാവാണോ അല്ലയോ നിങ്ങൾ പറയാം? അല്ല. അതേസമയം എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ യേശു പഠിപ്പിച്ചത് എന്നെ ഓർപ്പിക്കും. എന്താ ഓർപ്പിക്കുന്നത്? നിങ്ങളിൽ ഓരോരുത്തൻ തന്നെ മറ്റുള്ളവരെ തന്നേക്കാൾ ആ ആത്മാവ് എൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ ജനത്തോട് പറയും, ദൈവമക്കളെ നിങ്ങൾ അദ്ദേഹത്തെ ആ പദവി ഏൽപ്പിക്കണം, അദ്ദേഹം അത് മനോഹരമായി കൈകാര്യം ചെയ്യും, എന്തുകൊണ്ടും എന്നേക്കാൾ യോഗ്യൻ അദ്ദേഹമാണ്, എനിക്കിത് വേണ്ട എന്ന് പറയുന്ന ത്യാഗമാണ് പരിശുദ്ധാത്മാവിന്റെ റിസൾട്ട്. സിമ്പിൾ. അല്ലാതെ എന്ത് വില കൊടുത്ത് കുടിക്കുന്ന കുപ്പിയിലും എഴുതുന്ന പേനയിലും വരെ പരസ്യം ചെയ്ത് വോട്ട് പിടിക്കാൻ നിൽക്കുന്ന സകല എണ്ണത്തിന്റെ ഉള്ളിൽ ലൂസിഫറാണ് ഈ ചെകുത്താന്മാരൊന്നും ദൈവരാജ്യത്തിൽ കാണുന്നത്. അത്രയെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്ന സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ആമേൻ, ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കസേര ഹൃദയത്തിൽ മോഹിച്ചു. എന്നാൽ സർവശക്തനായ സ്രഷ്ടാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു പരാമർശമുണ്ട്. ദൈവമോ അവൻ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്നവൻ. ദൈവത്തിന് പ്രത്യേകത, ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്ന ചിന്തകൾ അറിയാൻ കഴിയുന്നവനായിരിക്കും സൃഷ്ടാവ്. അതുകൊണ്ടാണ് ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അവൻ സർവശക്തൻ, അവൻ സർവജ്ഞാനി, സർവവ്യാപി, സകലതും അറിയുന്ന ദൈവം, മഹാദൈവം. ആ ദൈവം ഇവന്റെ ഹൃദയത്തിന്റെ അകത്ത് കസേര മോഹിച്ച് ഇവന്റെ ഹൃദയത്തിന്റെ ചിന്ത അറിഞ്ഞവനെ പദവിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. ആ പദവിയിൽ നിന്ന് വെട്ടുകൊണ്ടവൻ ഇരുട്ടിന്റെ ആത്മാവായി. അവനാണ് പിശാച് എന്ന് പറയുന്നത്. ഈ പിശാചിനെ കുറിച്ച് ചിലരുടെ ഹൃദയത്തിലൊരു ചിന്തയുണ്ട്. ഈ പണ്ട് ഒരിടാറ്റിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഒരു മൊട്ടത്തലയൻ, കണ്ണും തള്ളി പല്ലും കുന്തി കൊമ്പും വെച്ച് വരുന്ന ഒരു മൊട്ട. ഇതുപോലെ ഇരിക്കും പിശാച് എന്ന പലരുടെയും ചിന്ത. ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനയാണ്. പിശാചിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവനൊരു മാനുഷിക ശരീരം ഉള്ളവൻ അല്ല. ബൈബിൾ ഇങ്ങനെയാ പ്രയോഗം: ഒരാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ് തുടങ്ങിയ പ്രയോഗങ്ങളാണ് ഇവനെ കുറിച്ച് പുസ്തകത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവരൊരു ആത്മാവാണ്. ഏത്? ഇരുട്ടിന്റെ ആത്മാവ്, ഈവിൾ സ്പിരിറ്റ്. പക്ഷെ ഇവൻ എന്നും പ്രവർത്തിക്കാൻ എന്ത് വേണം? ഇവൻ ചില ശരീരങ്ങളെ ഉപയോഗിക്കുന്നു. അത് മനുഷ്യനായാലും ഉപയോഗിക്കും, മൃഗമായാലും ഉപയോഗിക്കും. അതിന് ബൈബിളിൽ തെളിവുണ്ടോ? ഉണ്ട്. ഗദരദേശത്ത് ഒരു മനുഷ്യന്റെ മേലിരുന്നു. യേശു വന്നപ്പോഴാന്ന് പറഞ്ഞപ്പോൾ നേരെ പന്നിക്കൂട്ടത്തിൽ. അപ്പൊ മനുഷ്യന്റെ ശരീരമായാലും മൃഗത്തിന്റെ ശരീരമായാലും ഇങ്ങനെ പണക്കമില്ലെന്ന് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഇവർ ഇരുട്ടിന്റെ ആത്മാവാണ് പിശാച്. അല്ല, ചിലർ വിചാരിക്കുന്നത് ഈ മരിച്ചതിന് ശേഷം വെള്ള സാരിയും വെള്ള ബ്ലൗസും കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി കണക്കുകാരെ വന്ന് നിൽക്കുന്നതാണ് പിശാചെന്നാണ് വേറെ ചിലരുടെ ചിന്ത. ഇതൊക്കെ സീരിയലുകാരുണ്ടാക്കി വെച്ച വിലയാണ്. മരിച്ച ആരുടെ ആത്മാക്കൾ യൂണിഫോം ഇട്ടൊന്നും വരികയല്ല. മനസ്സിലാകുന്നുണ്ടോ? ചുവന്ന ചുരിദാറിട്ടോണ്ട് തൂങ്ങി ചത്ത പെണ്ണ് ചത്തു കഴിഞ്ഞപ്പോൾ ദൈവം തുണിക്കത്തോടെ നടത്തുമല്ലോ, കരുതവർക്കെല്ലാം വെള്ളം വെള്ളം കൊടുത്തും കൊണ്ട് വിടാം. അതുകൊണ്ട് ഇതെല്ലാം മെനക്കേടുണ്ടാക്കി വെച്ച സീരിയലുകാരാണ്. എന്തെല്ലാം മെനക്കേടാ സീരിയലുകാരുണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കാര്യം പറയും. ഇന്നാളെ ഒരു അച്ചായന്റെ കഴുത്തില് ഇത്രയും വലിയൊരു കുരിശിട്ടുകൊണ്ട് നടക്കുക. പുള്ളി വലിയ കുരിശ് നെഞ്ചത്തിട്ടുകൊണ്ട് നടക്കുക. ഇതെല്ലാം അച്ഛാ ഇത്രയും വലിയ കുരിശ് നെഞ്ചത്തിട്ടുകൊണ്ട് നടക്കുന്ന പുള്ളി പറയാ, ഉപദേശിക്ക് അറിയത്തില്ലോ കുരിശ് കണ്ട പിശാച് അടുക്കുകയായിരുന്നു. എന്റെ പൊന്നച്ച, ഞാൻ ഇത്രയും കാലം ബൈബിൾ വായിച്ചിട്ടു അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ബൈബിളില് ഏത് ഭാഗത്തിലാന്ന് ചോദിച്ചു. ബൈബിളിലല്ല ഉപദേശി, സീരിയല്. ഉപദേശി സീരിയല് കാണാത്തോണ്ട. അതിനാ സീരിയലിൽ പിശാച് ഇങ്ങനെ വരികയല്ലേ യൂണിഫോം ഇട്ട് പുകച്ച്. അപ്പൊ അച്ഛൻ കുരിശെടുത്ത് കാണിക്കുന്നു, പിശാച് അലറിക്കൊണ്ട് ഓടുന്നു. ഇത് കണ്ടപ്പോ അച്ഛന്റെ വിചാരം കുരിശ് കണ്ട പിശാച് അടുക്കുകയല്ലാന്ന്. പക്ഷെ ഒരു ചിന്ത ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, പറ. സെമിത്തേരി. മാർബിളിന്റെ കുരിശ്, ഗ്രാനൈറ്റിന്റെ കുരിശ്, തടിയുടെ കുരിശ്, സിമന്റിന്റെ കുരിശ്, എല്ലാ കുരിശും ഇരിക്കുന്ന സ്ഥലമാണ് സെമിത്തേരി. അങ്ങനെയാണ് പിശാചിന്റെ പൊടി പോലും കാണാത്ത സ്ഥലം ഏതാ? സെമിത്തേരി. ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം ഏതാ? സെമിത്തേരി. അങ്ങനെയാണെങ്കിൽ അവിടെ അല്ലേ കുർബാന കഴിക്കേണ്ടത്? പോയാലോ? 10 മണി കഴിഞ്ഞാൽ രക്തം ചെയ്യാൻ പറഞ്ഞത് വഴി കണ്ടോ? മണ്ടത്തരം കണ്ടോ? അപ്പോഴാണ് ഇറ്റി പോകാൻ കഴുത്തിട്ടുകൊണ്ട് കിടക്കുന്നത്. പിശാച് എടുക്കത്തില്ലെന്ന് സീരിയൽ ഉണ്ടാക്കി വെച്ച മനയാണ്. ഇതുപോലെ മരിച്ച ആരുടെ ആത്മാക്കളൊന്നും ആരെയും പേടിപ്പിക്കാൻ പറ്റില്ല. മരിച്ചു പോയ മുത്തച്ഛൻ കൊച്ചുമോളെ കല്യാണം മുടക്കുന്നുണ്ട് എന്ന് പറയാൻ. അപ്പൊ ഇതെല്ലാം ഈ സീരിയലുകാരുണ്ടാക്കി വെച്ച മെനകേടാ. അതുകൊണ്ട് ഞങ്ങൾ ഉപദേശിമാർ പറയും, 10 പേര് തൂങ്ങിച്ചത്ത വീടുണ്ടാവും, ഇങ്ങോട്ട് താ, ചൂട് വിലക്ക് കിട്ടിയാൽ ഞങ്ങൾ അപ്പം അടിച്ചെടുക്കും. പ്രാർത്ഥന നടത്തി കാണിച്ചു തരാം.
ഒരു പെണ്ണ് തൂങ്ങിച്ചെത്ത, അതുകൊണ്ട് ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ അപ്പം അടിച്ചെടുക്കും. അവിടെ കല്ലറ ഉള്ള ആർക്കും വേണ്ട, ഞങ്ങൾ വിളിക്കും. ചൂട് വിലക്ക് കിട്ടിയാലും ഞങ്ങൾ എടുക്കും. സ്വതന്ത്രം. അവിടെ ശ്രദ്ധിച്ച് ഇന്നൊരു വിഷയമില്ല. മരിച്ചുപോയ ആരുടെ ആത്മാക്കള് ആരും പേടിപ്പിക്കാനൊന്നുമില്ല. പോകാൻ 2 സ്ഥലമേ ഉള്ളൂ. വാമൻ യേശുവിനെ അറിഞ്ഞവനാണെങ്കിൽ പർദീസ് അഥവാ വിശ്രമ സ്ഥലം, യേശുവിനെ അറിയാത്തവനാണെങ്കിൽ പാതാളം അഥവാ യാതനാ സ്ഥലം. ഇത് 2 സ്വർഗവും നരകവും അല്ല കേട്ടോ. അങ്ങനെ പഠിച്ചിരിക്കുന്നവരുമുണ്ട്. സ്വർഗവും നരകമൊന്നും അല്ല. സ്വർഗത്തിലോട്ടും നരകത്തിലോട്ടും തള്ളുന്ന വെളിപ്പാട് 20:12 ന്യായവിധി കഴിഞ്ഞിട്ടാ. അത് ഈ പറയപ്പെട്ടടുത്ത് കിടക്കും. ഇതിന്റെ ഇടയ്ക്ക് 3ാമത്തെ ഒരു ഓപ്ഷൻ ഇല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ മനുഷ്യനെ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇരുട്ടിന്റെ ആത്മാവ് മനുഷ്യനെ സൃഷ്ടാവിൽ നിന്ന് തെറ്റിക്കണം. ഇതാണ് ഉദ്ദേശം. അന്ന് ഉദ്ദേശം അതേ ഉള്ളൂ, ഇന്നും ഉദ്ദേശം അതേ ഉള്ളൂ. മനുഷ്യൻ സൃഷ്ടാവിനെ അറിയരുത്. അപ്പൊ കള്ളു പിടിച്ച് നടന്നോട്ടെ പ്രശ്നമില്ല, തുണിയില്ലാതെ ഓടെ കിടന്നോട്ടെ പ്രശ്നമില്ല, മുണ്ടും മടക്ക കുത്തി റോഡിൽ നിന്ന് തെറി വിളിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. ഇതിനൊന്നും സമൂഹത്തിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല, അല്ലേ? പിന്നെ അടൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ചുംബന സമരം, ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. കാണാൻ പഞ്ചായത്തിലുള്ളവർ മുഴുവൻ വരികയും ചെയ്യും. എന്നാൽ അപ്പുറത്തോട്ടടുത്ത് മാറി ഇന്നൊരു മൈക്കും പിടിച്ച് ചുംബിക്കല്ലേ അത് പാവമാണെന്ന് പറഞ്ഞാലോ അവനെ കാലം വരിപ്പിച്ചായിരിക്കും ഉള്ളതല്ലേ പറഞ്ഞേ. അപ്പോ ലോകത്തിന്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, മനുഷ്യൻ സൃഷ്ടാവിനെ അറിയരുത്, നല്ലതായി ജീവിക്കരുത്. മനസ്സിലായോ? ദൈവത്തെ അറിയരുത്, പകരം ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോവുക. അപ്പൊ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിയായ മനുഷ്യനെ അകറ്റാൻ ഇവൻ അവിടെ തെരഞ്ഞെടുത്ത ഒരു ശരീരമാണ് ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലക്കാരൻ. അപ്പൊ അതിനെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം. അതിന് ഇച്ചിരി താലന്ത് കൊടുത്തു, ഇച്ചിരി കൗശല ബുദ്ധി ഉള്ളവരാക്കി കൊടുത്തു ദൈവം. പക്ഷെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഈ കൊടുത്ത താലന്ത് അത് കൊടുത്ത ദൈവത്തിന് വേണ്ടി അല്ല ഉപയോഗിച്ചത്, ഇരുട്ടിന് വേണ്ടി ഉപയോഗിച്ചു. ഇന്നും വിശ്വാസികൾ ശ്രദ്ധിച്ചോണം കേട്ടോ. മക്കൾക്ക് ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്ന ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. കൊച്ചിന് പാടാൻ ദൈവം കഴിവ് കൊടുത്തെങ്കിൽ അത് തന്ന ദൈവത്തിന് വേണ്ടി പാടണം. പ്രാചീനം കാരണം പാടുന്നവനൊക്കെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കൺവെൻഷന് കണ്ടിട്ടെല്ലാം പാടി നടക്കുന്നു. അപ്പുറത്ത് പോയി അവിടെ മൂപ്പിച്ചിട്ട് കൺവെൻഷൻ ആകുമ്പോൾ ഇവിടെ വന്നിട്ട് ലോകം വേണ്ട എനിക്കൊന്ന്. അടുത്ത ആഴ്ച പിന്നെ മറ്റേ റിയാലിറ്റി ഷോയിൽ നിന്ന് അങ്ങനെയൊക്കെ പോയാണോ നമ്മുടെ കാര്യം പറയുമ്പോൾ മിണ്ടുകയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം താലന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്ന ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. സ്തോത്രം. അപ്പോ ഈ ഇരുട്ടിന്റെ ആത്മാവ് തെരഞ്ഞെടുത്തത് ഈ പാമ്പിനെ. എന്നിട്ട് നേരെ തോട്ടത്തിൽ കയറി കൊച്ചു വർത്താനം വിവരിക്കാൻ സമയമില്ല. കൊച്ചു വർത്താനം പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടാവിൽ നിന്ന് അകറ്റുക എന്നുള്ള ശത്രുവിന്റെ ഉദ്ദേശം വിജയിച്ചു. സൃഷ്ടാവിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുവാൻ ദൈവം മനുഷ്യനോട് കഴിയരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം അവരെ കൊണ്ട് കഴിപ്പിച്ചു. മനുഷ്യൻ സൃഷ്ടാവിൽ നിന്ന് അകന്നു, അവൻ പാപത്തിൽ വീണു. ഇതാണ് ബൈബിളിന്റെ 1ാം ഘട്ടം. ഇത്രയും ഞാൻ പറയുമ്പോൾ മിനിമം 3 ചോദ്യം പൊതുസമൂഹം തിരിച്ചു ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ 3 ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കാനേ സമയമുള്ളൂ. അതുകൊണ്ട് ആ 3 ചോദ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. 1, അത് ശരി ഷമീറെ, അപ്പൊ പണ്ടങ്ങാണ്ട് ഒരു ആന്റി ഒരു ആപ്പിൾ തിന്നാനാണോ ഇത്രയും വലിയ പ്രശ്നം? പണ്ടങ്ങാണ്ട് ഒരു ആന്റി ഒരു ആപ്പിൾ തിന്നു, കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. അതിനിപ്പോ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഇതാണോ ഇത്രയും വലിയ പാപം? അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്ന എന്താ, ഒരു പഴം തിന്നതാണോ പാപം? ആപ്പിൾ എന്ന് പറഞ്ഞൊന്നും ബൈബിളിലില്ല. പക്ഷെ പലരും ഇതിനെ എന്താക്കി വെച്ചേക്കുക, ആ ആപ്പിൾ ഇരിക്കട്ടെ നല്ലതാ, അതുകൊണ്ട് ആ പലരുടെയും പോക്കറ്റിൽ പകുതി കടിച്ച ആപ്പിൾ ഇരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പോ ഒരു പഴം തിന്നതാണോ പാപം എന്നാ ചോദിക്കുക, ഒരു ചോദ്യം. 2ാമത്തെ ചോദ്യം, ഇനിയിപ്പം അങ്ങനെ പഴം തിന്നതാണ് പാപമൊക്കെ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ ക്രിസ്ത്യാനികളൊക്കെ ഭാവിയായാൽ പോലെ ഞങ്ങൾ ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് ഭാവി എന്ന് വിളിക്കുന്നത് എന്തിനാ? 2ാമത്തെ ചോദ്യം. 3, ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ആദമോ ഹവ്വയും അല്ലേ അത് ചെയ്തത്? അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ ഭാവിയാണെന്ന് പറയുന്നതൊക്കെ പല യുക്തിക്ക് നിരക്കുന്നതാണോ? 3 ചോദ്യം. 3ന്റെ ഉത്തരം പറയാൻ പോവാ. 1, പണ്ടങ്ങാണ്ട് ഒരു ആന്റി ഒരു പഴം തിന്നതാണോ ഉപദേശി? പാപം അല്ല, ഒരു പഴം തിന്നതല്ല പാപം. പിന്നെന്താ? ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഈ 2 കുടുംബക്കാർ തമ്മിൽ അതിര് തർക്കം ഉണ്ടാവുന്നു എന്ന് ചിന്തിക്കുക. വസ്തു തർക്കം. 2 വീട്ടുകാരും മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയായി ബഹളമായി അടിയായി. നാട്ടുകാർ സ്വാഭാവികമായിട്ടും ആരെ വിളിക്കും?
പോലീസിനെ വിളിക്കും. പോലീസ് വന്നു, പിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കി, രക്ഷയില്ല, രണ്ടുപേരും അടുക്കുന്നില്ല. കൊണ്ട് പറഞ്ഞു, ചേട്ടാ എന്റെ പൊന്നു ചേട്ടാ, ഇതൊന്നും ആരും മേപ്പോട്ട് കൊണ്ടുപോകത്തില്ല, ഒന്ന് ക്ഷമിക്കുന്നു. എന്റെ അതിന് തോണ്ടിയിട്ട് ക്ഷമിക്കാനോ? സാറോ പുറത്ത് വന്ന് അമ്മയ്ക്കോട്, അമ്മയ്ക്കെങ്കിലും ഒന്ന് ക്ഷമിക്കൊന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, മണ്ണെ പ്രതി മാണിക്യം വേണ്ടി യുഗില്ല, അത് വേറെ മണ്ണ്, ഇത് വേറെ മാണിക്യം, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അമ്മച്ചിയും കേൾക്കുകയില്ല. അവസാനം എന്നാ പിന്നെ പോലീസ് പറഞ്ഞു, കേസെടുക്കട്ടെ. കേസെടുക്കും. എന്നാ പിന്നെ റവന്യൂ വകുപ്പിനെ വിളിച്ചു, കേസെടുക്കട്ടെ. ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കല്. കേട്ടല്ലോ, കേട്ടു. എന്നാണ് മത്തായുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കിഴഞ്ഞ് മേടിച്ചിട്ട് വരിക, 2 രൂപയുടെ ഇടക്കയർ മേടിച്ച് കുറ്റി അടിച്ച് വലിച്ചു തിരിച്ചെല്ലാം കെട്ടിച്ച് പറഞ്ഞു, ഇനി കോടതി വിധി വരുന്നവരെ ഇവിടെ തമ്മിലടിക്കല്. പോലീസും പോയി, റവന്യൂ പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരു വീട്ടിലെ ചെറുക്കൻ തല തെറിച്ചവൻ അവനൊരു പിച്ചാത്തി എടുത്തോണ്ട് ഇറങ്ങി. അവന്മാരുടെ ഒരു കയറ് കെട്ടി വെച്ചിട്ട് പോയിരുന്നു. കയറ് മുറിച്ചങ്ങളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വേണ്ടി തിരിച്ചു വരും. ആരാടാ കയറ് മുറിച്ചത്? ഉണ്ടല്ലോ, അവനാ സാറ്. ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് പിടിച്ചു. അവന്റെ ചെവിക്കലിനിട്ട് ഒരു അടി കൊടുത്തു. ഏറാ ജീപ്പിലെന്നും പറഞ്ഞെടുത്ത് അങ്ങോട്ട് ഇട്ടു. ശ്രദ്ധിച്ചോണേ, ഇത് കണ്ട് ഒരമ്മച്ചി അവിടെ മുറുക്കിക്കൊണ്ടിരിപ്പുണ്ട്. അമ്മച്ചി പറയുക, അയ്യോ എന്തൊരടി ആ കൊച്ചിനെ ഇട്ട് അടിക്കുന്നത്, 2 രൂപയുടെ കയറ് മുറിച്ച് എനിക്ക് ഇട്ടടിക്കണോ? നിങ്ങൾക്കെന്തോ മനസ്സിലായി? 2 രൂപയുടെ കയറ് മുറിച്ചാല് ഇങ്ങനെ ഇട്ടടിക്കണോ? വേണ്ട, മത്താടെ കടയിൽ തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. ഞാൻ വേണേ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ച് കെട്ടാം, എന്നിട്ട് ആ കൊച്ചിനെ അങ്ങ് വിട്ടേക്കെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരു വണ്ടി കയറ് പകരം മേടിച്ചു കൊടുത്താൽ കൊച്ചിനെ വിടുവോ? 2 രൂപയുടെ കയറ് മുറിച്ചതല്ല കുഞ്ഞെ വിഷയം, നിയമലംഘനം നടന്നു. ഇത് കിട്ടിയോ? 2 രൂപയുടെ കയറ് മുറിച്ചതല്ല നിയമം, അവൻ നിയമലംഘനം നടന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇനി എന്ത് ചെയ്യണം? ഇനി ഭരണഘടനയിൽ എഴുതപ്പെട്ടിരിക്കുന്ന നടപടികൾ അനുസരിച്ച് ജാമ്യമെടുത്ത് പുറത്തു വരുന്നതാണ് ഈ ലോകത്തിന്റെ നിയമമെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും വള്ളി മാറ്റം വരാത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമം, പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. മരണം എന്ന പ്രോസസ്സിലൂടെ മനുഷ്യൻ കടന്നുപോയേ മതിയാകൂ. അത് ദൈവം നിയമിച്ചു. മനസ്സിലാകുന്നുണ്ടോ? കേവലം ഒരു പഴം തിന്നതല്ല കുഞ്ഞമ്മേ പാപം. സൃഷ്ടാവ് ചെയ്യരുതെന്ന് പറഞ്ഞ നിയമം മനുഷ്യൻ ലംഘിച്ചു. ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ആദാമ്യ പാപത്താൽ സകല മനുഷ്യരും പാപത്തിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ മരണ വീട്ടിലും കല്യാണ വീട്ടിലും ഏത് സ്ഥലത്ത് ഉപദേശമാരായി മൈക്ക് കൊടുത്താൽ ഉപദേശമാർ വിളിച്ചു പറയും, മനുഷ്യ നീ പാപിയാണ്, നീ പാപമോചനം പ്രാപിക്കണം. ഇത് കേൾക്കുമ്പോ കമ്പ്യൂട്ടർ പിള്ളേര് ചിരിക്കുക, യുവന്മാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ലെന്ന് നമ്മളെ നോക്കി. എന്താ, മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശത്തു കൂടെ പറക്കാൻ തുടങ്ങി, ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ പോകുന്നു. UK ഇരിക്കുന്ന മലയാളി ചന്ദ്രനിൽ 30 ഏക്കർ വസ്തു മേടിച്ചു. എന്തെല്ലാം മാറ്റങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഇവിടെ ഉണ്ടായി. കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരതായിട്ടും ഉപദേശിമാർക്ക് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഭാവിയാന്ന്. പിള്ളേര് ചിരിക്കുക. എടാ മക്കളെ, ചിരിക്കാൻ വരട്ടെ. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. മനുഷ്യൻ കുടിലിൽ കൊട്ടാരത്തിലെത്തി, സമ്മതിച്ചു. ചൊവ്വായിലും വ്യാഴത്തിലും വീട് വെക്കാൻ കണ്ടുപിടിക്കുന്നു, സമ്മതിച്ചു. ചന്ദ്രനെ കാലുകുത്തി, സമ്മതിക്കുന്നു. വസ്തു മേടിച്ചു, സമ്മതിക്കുന്നു. പിന്നെ ആകാശത്തൂടെ പറക്കുന്നു, സമ്മതിച്ചു. കൽക്കരി ട്രെയിൻ മാറി വന്ദേ ഭാരത് ആയതും ഷമീർ പാസ് സമ്മതിച്ചു. പക്ഷെ ഒരൊറ്റ ചോദ്യം, കൽക്കരി ആയിക്കോട്ടെ വന്ദേ ഭാരത് ആയിക്കോട്ടെ, രണ്ടും ട്രെയിനാ. ഈ ട്രെയിനിന്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, ഇല്ലേ? നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കക്കൂസ്, ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റിന്റെ അകത്ത് 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങല കിട്ടായിട്ടേക്കും ഉള്ളത്. സംശയമുണ്ടോ? അടുത്ത ആഴ്ച ട്രെയിൻ യാത്ര ചെയ്ത് നോക്കാം. ട്രെയിനിന്റെ അകത്ത്, ടോയ്ലറ്റിന്റെ അകത്ത് ഇരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും നല്ലൊരു ചങ്ങല കിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ സിമ്പിളാ. തരം കിട്ടിയാൽ കക്കൂസിൽ നിന്ന് കപ്പടിച്ചോണ്ട് പോകുന്നവരിവിടെ ഉണ്ടെന്ന്. മനസ്സിലായോ? വല്ലോ ഇവിടെ കിട്ടിയോ? ആ മാറ്റങ്ങളെല്ലാം ഉണ്ടായി. പക്ഷെ ഇത് മാറിയിട്ടില്ല. നാളെ രാവിലെ ഏഴംകുളത്ത് SBI ബാങ്കിലോട്ട് ചെല്ല്, 5 രൂപയുടെ ലെക്സി പേന 100 കൊണ്ട് കെട്ടി തൂണയിലിട്ടേക്കും. അതെന്നാ, ബാങ്കിൽ ഒന്നുകിൽ കാശ് ഇടാൻ അല്ലെങ്കിൽ എടുക്കാൻ. മാന്യന്മാര് വരുന്ന ഇടത്ത് 5 രൂപയുടെ പേന 100 കെട്ടിയിട്ടിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചുകൊണ്ട് പോകുന്നവനും ഇവിടെ ഉണ്ട്. അപ്പൊ മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടായെങ്കിലും മാറാത്ത ഒന്നുണ്ട്, ഇരുകാലി മനുഷ്യന്റെ സ്വഭാവം. അത് മാറിയില്ല. അത് മാറിയില്ലെന്ന് മാത്രമല്ല, പണ്ടത്തെക്കാൾ അധികം ദോഷമായി മാറി. പണ്ട് സ്വന്തം പെൺമക്കളെ വെറുതെ വിടുവായിരുന്നു.
അത്രയെങ്കിലും കരുണ കാണിക്കുവാൻ. ഇന്ന് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ വെറുതെ വിടാത്ത ചെകുത്താന്മാരായി ഇരുകാലി മനുഷ്യൻ മാറിക്കഴിഞ്ഞു. ഉള്ളതാണോ ഈ പറയുന്നത്? ആകാശത്തുകൂടെ പരുന്ന് വട്ടമിട്ട് പറക്കുമ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന കോഴിയമ്മ ഇത് കണ്ട് ചിറക് വിരിച്ച് കുഞ്ഞുങ്ങളെല്ലാം ചിറകിനടി കയറ്റി ഇങ്ങനെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അമ്മ മനസ്സ് കോഴിയമ്മയിലുണ്ട്. പക്ഷെ പത്രം തുറന്നാലോ ജനിപ്പിച്ച് പെറ്റു വളർത്തിയ കുഞ്ഞിനെ ആകെ പുഴയിലോട്ടെടുത്ത് കൊന്നു കളഞ്ഞ് എറിഞ്ഞു കളയുന്ന അമ്മ, കാമുകനോടൊപ്പം ജീവിക്കാൻ നിന്ന് പ്രസവിച്ച ഓരോ കുഞ്ഞിനെ തീരദേശത്തിന്റെ കടൽ ഭിത്തിയിൽ ഒറ്റ അടി അടിച്ചു കൊന്നു കളയുന്ന അമ്മ കോഴിയമ്മയല്ലേ നല്ലത്? പിടികിട്ടുന്നുണ്ടോ? ഒരു കോഴി കൂടെ മുട്ടയിട്ടാൽ കൂകി വിളിക്കുമ്പോൾ അമ്മ പറയും ഈ കോഴി കൂന്നടി മുട്ടയിട്ടൊന്നും ഒരു സിഗ്നല. നിങ്ങൾ അറിഞ്ഞ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റ് മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോയി. ഊകിയതുമില്ല, വിളിച്ചതുമില്ല, ആരുകൊണ്ട് അറിഞ്ഞതുമില്ല. മുട്ട ഇപ്പൊ അമ്മ തൊട്ടിൽ വളർന്നുകൊണ്ടിരിക്കുക. കോഴിയമ്മയാണ് നല്ലത്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ മേഖലകളിലും മാറ്റം വന്നിട്ടും ഇരുകാലി മനുഷ്യന് മാറ്റം വന്നിട്ടില്ല. പണ്ട് കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ക്രൂരകൃത്യങ്ങളാണ് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അർത്ഥാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, മനുഷ്യൻ പാപത്തിലാണ്. വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ പാപത്തിലാണ്. ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, ഇരട്ടച്ചങ്കുള്ള നേതാവ് ഭരിക്കുന്നു. പക്ഷെ ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ എന്തുകൊണ്ട് കുറയുന്നില്ല എന്ന് മിനിമം തലച്ചോറുള്ളവരെന്ന് ചിന്തിച്ചാൽ ഉത്തരം കിട്ടും. പാപത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം പോലീസിനില്ല. പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ട് നാട് രക്ഷിക്കായിരുന്നു. കഴിയത്തില്ല. പാപം ഒരു വൃക്ഷമായിരുന്നെ വെട്ടിക്കളഞ്ഞ് നാട് രക്ഷിക്കാൻ പറ്റത്തില്ല. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതിന് ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ കൊണ്ടൊഴുക്കി നാട് രക്ഷിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്നൊരു ദേശത്തോട് ഇന്ന് രാത്രി പറയാം, വെട്ടിക്കളയാൻ കഴിയുന്ന വൃക്ഷമല്ല പാവം, കത്തിച്ചു കളയാൻ കഴിയുന്ന വസ്തുവല്ല പാവം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനല്ല പാവം. മനുഷ്യന്റെ ഹൃദയക്കൂടിനകത്ത് കൂടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ട് പാപം. ഇതവനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ആദമോവയും പാപം ചെയ്തതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെ പാപിയാകുമെന്ന് ചോദിച്ചാൽ ഒരു സിമ്പിൾ ഒരു ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കണം. എന്താ? ഈ HIV എന്ന് പറയുന്ന മാരകമായ രോഗമുണ്ട്, എയ്ഡ്സ്. ഈ എയ്ഡ്സ് രോഗം ബാധിച്ച അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരായിരിക്കും? എയ്ഡ്സ് രോഗി. ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തെന്നൊന്ന് പറഞ്ഞേ. ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന് എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ആവർത്തത്തിൽ ഷേവ് ചെയ്തു? ഒന്നും ചെയ്തില്ല. പിന്നെ അങ്ങനെ കുഞ്ഞു രോഗിയായി. ഒറ്റ ഉത്തരം, അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിന്റെ ഫലം. ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കുന്നത് ഇവിടുത്തെ ഡിഗ്രി അംഗീകരിക്കുന്നു, ഇവിടുത്തെ സയൻസ് അംഗീകരിക്കുന്നു, ഇവിടുത്തെ ബുദ്ധിരാക്ഷസന്മാർ അംഗീകരിക്കുന്നു. കാരണം എന്താ? അവർക്കൊരു ഉത്തരം പറയാനുണ്ട്. എന്താ? അത് രക്തം മുഖേന വന്നതല്ലേ തലമുറയിലേക്ക്? ആണല്ലോ. അങ്ങനെങ്കിൽ ആദാമ്യ ഭാവം എങ്ങനെ സകല മനുഷ്യരിലേക്കും വരുമെന്നതിന് ബൈബിൾ പറയുന്ന ഒരു ഉത്തരം വായിക്ക്. അപ്പോസ്തലപ്രവൃത്തി 17:26. ഒന്ന് ഉറക്കെ വായിച്ചോ. അപ്പോസ്തലപ്രവൃത്തി 17:26. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇത് കേൾക്കുന്ന പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒരു ചെറിയ മാറ്റം വരുത്തി സഹോദരി വായിക്കണം. അവിടെ രണ്ട് പദമുണ്ട്. എന്താ? ഒന്ന് അവൻ എന്നൊരു പദമുണ്ട് അല്ലേ? അവിടെ ദൈവം എന്നാക്കണം. പിന്നെ ഒരുത്തൻ എന്നൊരു പദമുണ്ട്. അവിടെ ആദം എന്നാക്കണം. ഇനി നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം ഒരുത്തൻ ആരാ? ആദമിൽ നിന്ന് ഇപ്പൊ നല്ല കേറിയോ? ഭൂതലത്തിലേക്കും കുടിയിരുപ്പാൻ സൃഷ്ടാവ് ദൈവം ഒരുത്തനിൽ അഥവാ ആദമിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, പിന്നെയോ മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഈ പരിസരത്ത് കേൾക്കുന്നവരെല്ലാം തലേ കയറണം. ഈ പുസ്തകം പ്രഖ്യാപിക്കുന്ന പഠനം ഇതാണ്. ആമേൻ. ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനി സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. ഇനിയും ലളിതമായി പറഞ്ഞാൽ കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ആദാമ്യ രക്തം, ഒറ്റ രക്തം. സംശയമുണ്ടോ? നാളെ രാവിലെ 4 ബോട്ടിൽ എടുക്കുക. 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു. അടുത്ത മെഡിക്കൽ ലാബിലോട്ട് കൊണ്ട് കൊടുക്കുക. അടൂര് മെഡിക്കൽ പെമ്പിള്ളേർ 10 മിനിറ്റ് ഈ സ്റ്റിക്കർ ഒട്ട് ചുവടിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു. കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഇപ്പൊ ലാബിലുണ്ട്.
വീണ്ടും 4 ബോട്ടിൽ എടുക്കണം, മറക്കരുത്. ഒന്ന് ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, ഇനി ഒന്ന് അടുത്ത കത്തോലിക്ക പള്ളിയിൽ അച്ഛന്റെ രക്തം, ഇനി ഒന്ന് ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്ന് ഞങ്ങളുടെ ഉപദേശയുടെ രക്തം. അതേ ലാബി കൊണ്ട് കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ, മൂലയിൽ ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി, മേപ്പോട്ട് വെച്ചിട്ടുണ്ട് പള്ളിയിൽ അച്ഛൻ, തരുവോ? ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും. അതവിടെ ഇരിക്കട്ടെ. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയുന്നത് മനുഷ്യന്റെ സമയം മെനക്കെടുത്തത്, ഇതെല്ലാം മനുഷ്യന്റെ രക്തം, ഒറ്റ രക്തം അല്ലേ? പിന്നെ എന്തിനായി മനുഷ്യൻ തമ്മിലടിക്കുന്നേ? ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ രക്തമല്ലേ? ഇവിടെ രക്തം കൊടുക്കുമ്പോൾ ആർക്കെങ്കിലും മസിലുണ്ടോ? കൊന്തൻ കുരിശും കരുത്തിലിട്ടുണ്ട് പാഞ്ഞു പോയ ക്രിസ്ത്യാനി ചെറുക്കൻ ടിപ്പർ കഴിയോട്ട് ചെന്ന് കയറി മെഡിക്കൽ കോളേജിൽ കൊണ്ട് തല പൊട്ടി. ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെറുക്കന്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി രംഗത്തോട് കറിയോ, എന്റെ കർത്താവേ എന്റെ കുഞ്ഞിന് ആരെ ബ്ലഡ് കൊടുക്കുക? തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന കാവി കൊടുത്ത് RSSകാരൻ പറയുക, അമ്മ കരയണ്ട അമ്മേ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട വേണ്ട വേണ്ട, നീ BJP അല്ലേ, ഇന്ന് വരെ അമ്മ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ആ അവസ്ഥ വരുമ്പോഴാണ് മനുഷ്യന് ജാതിയും വേണ്ട, മതവും വേണ്ട, ഒന്നും വേണ്ട. ഇത് തന്നെയല്ലേ ആ പുസ്തകം പറയുന്നത്? അപ്പുറത്ത് കിടക്കുന്ന തൊപ്പിയിട്ടവനും ഇപ്പുറത്ത് കിടക്കുന്ന കാവി കൊടുത്തവനും നിന്റെ സഹോദരനായി കാണണമെന്ന് പഠിപ്പിക്കുന്ന ഇതുപോലൊരു പുസ്തകമല്ലാതെ ഏത് പുസ്തകമാണ് പ്രസംഗിക്കേണ്ടത്? ഏത് പുസ്തകമാണ് ഞങ്ങൾ പ്രസംഗിക്കേണ്ടത്? പറ. സ്തോത്രം. അങ്ങനെ കാണാനുള്ള ഒരു മനസ്സ് ഈ പുസ്തകം ചുമക്കുന്നവന് ദൈവം തന്നതുകൊണ്ടാണ് നാട്ടുകാർ കളിയാക്കി പറയുന്നത്, യവന്മാർക്ക് ഒരു നാണവന്മാനം ഇല്ലാത്തവന്മാരുടെ ആരും ഈ ബന്ധിക്കുറിച്ച് തന്നെ. ഓ, യവന്മാർ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും യവന്മാര് പിന്നെ വലിഞ്ഞേറി നാണമില്ലാത്തവന്മാർ. സത്യ, ഞങ്ങൾ വെറും നാണമില്ലാത്തവന്മാരാ. പക്ഷെ കാര്യം എന്താണെന്ന് കൂടെ അറിഞ്ഞോണം. നീ അടിച്ചാലും ഇടിച്ചാലും ചീത്ത വിളിച്ചാലും ചവിട്ടി തേച്ചാലും ഇറക്കി വിട്ടാലും പിന്നെയും വലിഞ്ഞു കയറി സഹോദരാന്ന് പറഞ്ഞ് വരാൻ കാരണം നീ എന്റെ കൂടപ്പുറപ്പാന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് ഈ സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. ആ തിരിച്ചറിവാണ് ഞങ്ങളുടെ തലച്ചോറിൽ സുവിശേഷം വരുത്തിയ മാറ്റം. മനസ്സിലായോ? നീ കള്ളു കുടിച്ച് നടക്കുന്ന കാണുമ്പോൾ, നീ ഓടെ കിടക്കുന്ന കാണുമ്പോൾ, നിന്റെ കുടുംബം തകർന്ന് കാണുമ്പോൾ, നീ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയെന്ന് കേൾക്കുമ്പോൾ, നിന്റെ കുടുംബത്തിലെ രക്തബന്ധങ്ങൾക്ക് ഉണ്ടാകാത്ത ഒരു പെയിൻ, ഒരു വേദന പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തന്നതാ. അതുകൊണ്ടാണ് ഓടി വരുന്നത്. അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പോകല്ലേ, അയ്യോ സഹോദര കള്ളു കുടിക്കല്ലേ, അയ്യോ കഞ്ചാവ് അടിക്കല്ലേ പറയാൻ കാരണം എന്താ? എന്റെ കൂടപ്പുറപ്പ് നശിച്ചു പോകരുന്ന ഒരു പെയിൻ ഈ സുവിശേഷം ഞങ്ങളുടെ തലച്ചോറിനകത്ത് തന്നു. ഞങ്ങളുടെ പേരും മതവും അല്ല സുവിശേഷം മാറ്റിയത്. അപ്പുറത്ത് കിടക്കുന്നവരും ഇപ്പുറത്ത് കിടക്കുന്നവരെയും സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന്റെ ഉടമയായിട്ടാണ് സുവിശേഷം ഞങ്ങളെ മാറ്റിയത്. സ്തോത്രം. ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന വേദിയിൽ ഒരു കാവി ഉടുത്തോ ചരട് കെട്ടിയോ തൊപ്പിയിട്ടോ ഒരുത്തൻ കയറി വന്നാൽ ചലഞ്ച് ചെയ്ത് പരസ്യമായി വീഡിയോയിൽ പറയാം, ഇവിടെ ഇരിക്കുന്ന ഈ ഉപദേശമാര് അവനെ ആദ്യം വിളിക്കുന്ന എന്തായിരിക്കുന്നു നിങ്ങൾ പറ. ആ ബ്രദർ, സഹോദര, അങ്ങനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. മതമല്ല മാറ്റിയത്, സുവിശേഷം ഞങ്ങളിൽ വരുത്തിയ മാറ്റം. സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, ഒന്നുപോലെ സ്നേഹിക്കാൻ, ബ്രദറെ വിളിക്കാൻ, സിസ്റ്ററെ വിളിക്കാൻ, സഹോദരനെ വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിന് ആ മാറ്റമാണ് ലോകത്തിന് വേണ്ടത്. ആ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സന്ദേശം അത് സുവിശേഷം മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ രക്തത്തിന്റെ ഉടമ. മനസ്സിലായോ? ജാതി മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന തിരിച്ചറിവ് ഇതല്ലേ? ജാതി മതം ഇല്ലാത്ത നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമെന്ന് 2 പ്രളയം പഠിപ്പിച്ചിട്ടും മലയാളി പഠിച്ചിട്ടില്ലല്ലോ. നിന്റെ പറമ്പിലെ വെള്ളത്തിനടി എന്റെ പറമ്പിൽ കൂടെ വരുന്നതെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കിയ കുഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടി വെള്ളം ഒന്ന് പോയാൽ മതി ഈശ്വര നിലവിളിച്ചു. എന്നിട്ട് പഠിച്ചോ? അന്യർ അകത്ത് പ്രവേശിക്കരുത്, പട്ടിയുണ്ട് സൂക്ഷിക്കുക, ബോർഡ് വെച്ചു. വെള്ളം അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ മക്കളും കൊച്ചുമക്കളും കൂടെ അന്യരെ വിളിച്ചിട്ട് പറയാ, പപ്പയും മമ്മിയും കുടുങ്ങി കിടക്കുന്നു, അന്യര് കയറി രക്ഷിക്കാൻ. അപ്പൊ പട്ടിയൊക്കെ ഒഴുകി പോയെന്നു. വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മക്കൾ നാട്ടിൽ വന്ന മതിലിന് 2 ഘട്ടങ്ങളെ പൊക്കി കെട്ടിയിട്ട് അടുത്ത ബോർഡ് വെച്ചു, അന്യർ അകത്ത് പ്രവേശിക്കരുത്, പുതിയ പട്ടി കൊണ്ട് സൂക്ഷിക്കുക. ഇനി അടുത്ത പ്രളയം പറഞ്ഞ ഇവന് ബോധം വരാം. മനസ്സിലായോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ദുരന്തം വരുമ്പോൾ മാത്രം ഒന്നിക്കുന്ന ദുരന്തന്മാരായിപ്പോ മലയാളി അല്ലേ? ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുമ്പോൾ പിന്നെ ബെഡ് വേണ്ട, മെത്ത വേണ്ട,
പിന്നെ കട്ടിയുള്ള പുതപ്പ് വേണ്ട, ഷീറ്റ് വേണ്ട, ടാർപ്പായി കിടക്കുകയാണ്. അപ്പുറത്തവന്റെ മുണ്ട് മേടിച്ച് പുതയ്ക്ക് ഒരു മടിയില്ല. അവൻ കഴിക്കുന്ന പഴങ്കഞ്ഞിന്നാണെങ്കിലും കൈയിട്ട് കഴിക്കും, ഒരു പ്രശ്നവും ഇല്ല, ഒരു വിഷയവുമില്ല. എന്തൊരു സ്നേഹമാണ്. പിന്നെ ഒരുമിച്ചിരിക്കുമ്പോൾ കഥ പറയുന്നു, അതൊക്കെ ഒരു കാലവടി, ഇതെല്ലാം പറഞ്ഞ് സന്തോഷം അല്ലേ, ഭയങ്കര. പിന്നെ പിടിച്ചു കയറ്റുന്നു, പിന്നെ കുഞ്ഞിന് മുതുക് കാണിച്ചു കൊടുക്കുന്നു, പിടിച്ചു കയറ്റുന്നു, കെട്ടി. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചിന്ത വരും, ദൈവമേ എന്നും പ്രളയമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ തിരിച്ചറിവെന്ന നിലനിൽക്കാത്തത്, അതിന് നിന്റെ തലച്ചോറിന്റെ അകത്തൊരു മാറ്റം വരണം. സ്തോത്രം. മാറ്റം വരാൻ പറ്റാത്ത എന്തെന്ന് ചോദിച്ചാൽ, ആദാമ്യ പാപം സകല മനുഷ്യരിലേക്കും പ്രവേശിച്ചു. ഏകനാൽ പാപവും പാപത്താൽ മരണം ലോകത്തിൽ പ്രവേശിച്ചു. ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപത്തിലായി. മനുഷ്യൻ തമ്മിൽ തമ്മിൽ വെറുക്കാൻ തുടങ്ങി, മനുഷ്യൻ തമ്മിൽ തമ്മിൽ അടിക്കാൻ തുടങ്ങി. അവൻ സൃഷ്ടാവിനെ മറന്നു തുടങ്ങി. സൃഷ്ടാവിനേക്കാൾ അധികം ഇരുട്ടിന്റെ ആധിപത്യം മനുഷ്യന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടു. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇന്ന് രാത്രി സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇങ്ങനെ ചുരുട്ടിക്കെട്ടാം. പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ ഈ പാപം എന്ന് പറയുന്ന ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. എന്താ? സാക്ഷാൽ ദൈവം, യഹോവയായ ദൈവം, ഏകസത്യ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ തീരുമാനിച്ചു. ആ സ്വർഗീയ പദ്ധതിയുടെ പേരാണ് സ്നേഹിത സുവിശേഷം. വേഷത്തിൽ മനുഷ്യനായി കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നൂറുകണക്കിന് പ്രവചനങ്ങൾ നിവർത്തിച്ചു. ഇന്ന് രാത്രി അല്പം അഹങ്കാരത്തോടെ ഞാൻ ദേശത്തോട് ഇങ്ങനെ പറയാം. ജനിക്കുന്നതിന് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ശേഷം 300 വർഷം പിന്നിട്ടപ്പോൾ മീഖ എന്ന് പറയുന്ന പ്രവാചകൻ രംഗത്ത് വന്ന് പറഞ്ഞു, ആ രക്ഷകൻ ബെത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത എന്ന വില്ലേജിൽ ജനിക്കും. ഇന്ന് രാത്രി ഇങ്ങനെ പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വച്ചിട്ട് ആ പ്രവചിച്ചതുപോലെ ജനിച്ച ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരുത്തനും ഉലകത്തിൽ അങ്ങനെ പിറന്നിട്ടില്ല. ആയതുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. മാനവരാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ലെന്ന് ഇന്ന് രാത്രി ഏഴംകുളത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുകയാണ്. സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ ഇറങ്ങി വന്നു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ചു, മാതൃക കാണിച്ചു. 33 തിരുവയസ്സിൽ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണമെന്ന ക്രൂരമായ ശിക്ഷാവിധി സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് എനിക്ക് നിനക്കും പകരമായി കർത്താവ് കാൽവരിയിൽ ബലിയാകുവാനായി നടന്നു കയറി. ഇന്ന് രാത്രി പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് കാൽവരിയിലേക്ക് നോക്കിയ ഒരു കാഴ്ച കാണാം. ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായവൻ, വെണ്ണയും ചുവപ്പുമുള്ള എന്റെ പ്രിയൻ കണ്ടോ, കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസകഷ്ണമായി കിടക്കുന്നു. പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനായി തീർന്നു. ശൂന്യകാലത്ത് പറയുന്നു, എന്റെ പ്രിയൻ അവൻ പവിഴ നിറമുള്ളവനാണ്, കോമളനാണ്, വെണ്ണയും ചുവപ്പുമുള്ളവനാണ്. പക്ഷെ പ്രവാചകൻ പറയുന്നു, അല്ലല്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി കിടക്കുന്നു. പവിഴ നിറമുള്ളവനായ ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, എന്റെയും നിന്റെയും നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടെടുപ്പാൻ അവൻ അതാ കാൽവരിയുടെ കൊലക്കളത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറി. അവൻ സകല പീഡനങ്ങളും എനിക്ക് നിനക്കും പകരമായി യേശു ഏറ്റുവാങ്ങി. ഇന്ന് രാത്രി ലളിതമായി പറഞ്ഞാൽ, എന്റെ യേശുവിനെ കൊന്നു, നിന്നെ രക്ഷിച്ചു. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന് മനസ്സിലായോ? എന്നെയും നിന്നെയും നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചെടുപ്പാൻ എനിക്കും നിനക്കും പകരമായി ഞാനും നീയും അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ യേശു കാൽവരിയിൽ ഏറ്റുവാങ്ങി. അരിമത്ഥ്യക്കാരനായ യോസേഫിന്റെ കല്ലറക്കൽ യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഏഴംകുളത്തോട് പറയാം, 3 ആണി കൊണ്ട് അരിമത്ഥ്യക്കാരന്റെ കല്ലറ കൊണ്ട് എന്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ചൊരു യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഉണ്ടാകത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി ഇങ്ങനെ ഒരു ടീം രൂപപ്പെടത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും ഉമ്പനാട്ടും എടത്തുവായാലും പരിമലയിലും കുരിശുമലയിലും
അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറ വാതിക്കലല്ല, ഒരു കണ്ണാടി കൂടിന് മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാരാകിയവരുമ്പോൾ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇന്ന് രാത്രി പന്തലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ആ യേശു ക്രിസ്തു ഇന്ന് രാത്രി 8:57 ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കര ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ, കാര്യം ഇവരെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഒരു കൈപൊക്കി ഇല്ലേ, സന്തോഷമുണ്ട്. കാര്യം എന്താ, ഞങ്ങളുടെയൊക്കെ വീട്ടിന്റെ അടുത്ത് പലരുടെ വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയിലിരിക്കുക. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ജീവിക്കുന്നുണ്ട്. ജീവനോടിരിക്കുന്നവരെ ആരും ഭിത്തിയെ കയറ്റി മാല ഇടത്തില്ലല്ലോ, ഉണ്ടെന്നില്ല. അപ്പൻ കസേരയിൽ സിറ്റൗട്ടി ഇരിക്കുമ്പോ മോൻ അപ്പന്റെ ഫോട്ടോ എടുത്ത് ഭിത്തിയെ കൊണ്ട് ആണി അടിച്ച് വെച്ചേച്ച് മാലയും ഇട്ട് തിരിയും കത്തിച്ച് വെച്ചേച്ച് അപ്പൻ അവിടെ ജീവനോടിരിക്കുന്നു. അതാണ് ഇങ്ങോട്ട് പ്രിയപ്പെട്ട പപ്പായി. ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വരുമ്പോൾ ടീച്ചറിന്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കും, ഇന്ന് പകൽക്കാലം കോളേജ് കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ കോളേജ് കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. ജീവനോടിരിക്കുന്ന അപ്പന്റെ മറുപടി എന്തായിരിക്കും? പറ. നിങ്ങളുടെയൊക്കെ മക്കൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഓടിച്ചത് ഇവിടെ പൊന്നു മക്കളെ ചക്കര പറയൂ. അംഗത്ത് എന്നാലും വടികൊണ്ടുപോലിരിക്കുന്ന എന്നെ എടുത്ത് പറയത്തില്ലേ? കേവലം മനുഷ്യനായ നിന്റെ ചങ്ക് നിനക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ആളകമായി നിലകൊണ്ട് മധ്യസ്ഥ വഹിക്കുന്ന ആമൻ ജീവിക്കുന്ന കർത്താവിനെ മരിച്ചവനെ പോലെ പിന്താക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്ക് അയ്യോ കഷ്ടം. ചിലർക്ക് നോക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഒരു രസമില്ലെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ വിഷമമുള്ളവരുണ്ടെങ്കിൽ വെച്ചോ, എനിക്ക് പണക്കൊന്നുമില്ല, യേശുവിന്റെ ഫോട്ടോ ഒരെണ്ണം വെച്ചോ, ഇരിക്കട്ടെ, ഒരു നോക്കാൻ വേണ്ടി ഇരിക്കട്ടെ. പക്ഷെ വെക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം? ഈ പഴയ സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ കവറൊട്ടി യേശുവിനെ വെച്ച് അപമാനിക്കാതെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്ന രൂപം തന്റെ ഉണ്ടെങ്കിൽ വരച്ചു വെക്കണം. അതാ സൂര്യനേക്കാളും വെല്ലുന്ന തേജസ്, അഗ്നിജ്വാലയ്ക്കൊത്ത തിളങ്ങുന്ന തീക്കട്ട പോലുള്ള കണ്ണ്, അവൻ രാജമുടി, അവൻ പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ശബ്ദം, വെള്ളോടിന് സദൃശമുള്ള കാല്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് തന്റെ കൊണ്ട് വരച്ചു. ഇത് പണ്ട് സോഡാ കുപ്പിയുടെ കഴുത്ത് പോലെ കവള് പൊട്ടിക്കാൻ പലും കുണ്ടി തിരുമാങ്ങട ബാബു ആണിയെ പോലെ മുടിയും നീട്ടി വളർത്തി പറഞ്ഞു. അത് 8 വളർത്തി 8 യേശു അല്ലേ? പണ്ട് കർത്താവിനെ അപമാനിക്കുക, അത് വെക്കുന്നുണ്ടെ വരച്ചു പോയി. മനസ്സിലാകുന്നുണ്ടോ? യേശു ജീവിക്കുന്നു. കണ്ണീർ കൊണ്ട് ജാകാനെന്ന സ്തേഫാനോസ് ആത്മാവിൽ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ കണ്ടത് എന്താണ്? പുസ്തകത്തെ എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ മഹത്വവും. വലത്തുഭാഗത്ത് ഭിത്തിയിൽ യേശു ഇരിക്കുന്ന കണ്ടെന്നാണോ? അല്ല, വലത്തുഭാഗത്ത് മനുഷ്യപുത്രൻ സദൃശനായി ജീവനോട് നിൽക്കുന്ന ക്രിസ്തുവിനെ കണ്ടു കണ്ടു കണ്ടു. യേശു ജീവിക്കുന്നു. ശ്രദ്ധിച്ചു, 2 പോയിന്റ് പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയം വന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഒരു അന്ത്യ കൽപ്പന കൈമാറി. എന്താ? നിങ്ങൾ പുറപ്പെട്ടുപോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയണം. ഇന്ന് ആളുകൾ എന്തിനാ ഇങ്ങനെ കടന്നു കീറുന്നേ? സഹോദരന്മാരെ ക്ഷമിക്കണം, ഞങ്ങൾക്ക് കീറാതെ നിവർത്തിയില്ല. കാരണം സകല സൃഷ്ടിയോട് ഇത് പ്രസംഗിക്കണം സ്വർഗത്തിലെ കർത്താവിന്റെ കൽപ്പന. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ല, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനല്ല ഇത് ചെയ്യുന്നത്. ഇത് നാളെ എനിക്കിതൊന്നും അറിയാൻ മേലാത്ത കർത്താവെന്ന് നാളെ ഒരുത്തന് ന്യായവിധി പറയരുത്. അതുകൊണ്ട് എല്ലാം കേൾക്കണം. അതുകൊണ്ട് സകല എണ്ണത്തോട് ഇത് പ്രസംഗിക്കണമെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ ഉപദേശിമാരി കവലയിൽ നിന്ന് തോന്നിട്ടുണ്ട്. അപ്പൊ ചില എണ്ണന്മാര് പറയും അതൊന്നും ഇവിടെ പറയണ്ട, അതൊക്കെ നിന്റെ മനസ്സേ ഇരിക്കത്തേ ഉള്ളൂ. പറയാൻ നല്ല ആംബിയർ ഉള്ളതിനെയൊക്കെ ദൈവം വിളിച്ചിറക്കിയത് പറയാൻ വേണ്ടിയാ. പറയും, പറഞ്ഞേച്ചേ പോകും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? സകല സൃഷ്ടിയോട് സുവിശേഷം വായിക്കണം. ഇതിനുശേഷം 1-2 ഭാഗം വായിച്ച് നമ്മൾ നിർത്തുക. ഇതിനുശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്യാൻ ഒരു മലയിലേക്ക് പ്രവേശിച്ചു. ശിഷ്യന്മാരായി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയാണ്, നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ കർത്താവ് മറഞ്ഞു. ഉടനെ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാര് വന്നു, ശിഷ്യന്മാരോട് ഒരു വാക്ക് പറഞ്ഞു. വായിച്ചാട്ടെ, അപ്പോസ്തല പ്രവൃത്തി 1:11. ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്
നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവൻ പോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? യേശു വീണ്ടും മടങ്ങി വരും. ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. അത് കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു? താഴോട്ട് വായിച്ച സഹോദരി, ഉറക്കെ വായിര്. അവർ യെരൂശലേമിന്റെ സമീപത്ത് ആ. ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി പോകും. ഇവർക്ക് മനസ്സിലായോ ചോദിക്കട്ടെ? ശിഷ്യന്മാർ ഒലിവുമലയിൽ എങ്ങോട്ട് പോയി? യെരൂശലേമിലേക്ക് പോയി. ആ, വായിച്ചോ. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. യെരൂശലേമിൽ എത്തിയപ്പോൾ താമസിച്ചിരുന്ന മട്ടുപ്പാവിലേക്ക് കയറിപ്പോയി. കയറിപ്പോയുള്ള പേര് വിവരങ്ങൾ സഹോദരി ഇപ്പൊ വായിക്കാൻ പോകും. കാത് തുറന്ന് കേട്ടോണം. പിന്നെ കേട്ടില്ലെന്ന് പറയുന്നത് വായിച്ചാൽ നിർത്തി. ആരാ പത്രോസ്? ഒന്നാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ ക്രിസ്ത്യാനികൾ പറയുന്ന പത്രോസ് ലീഗ ഉണ്ടോ? ഉണ്ട്. പത്രോസ്. അടുത്തത് യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമാസ് ലീഗ, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരുവുകാരനായ ശീമോൻ, യൂദാസ് ലീഗ. ഇവരെല്ലാവരും സ്ത്രീകളോടും അതെന്തിനാ നിങ്ങൾ വായിച്ചേ? നിങ്ങൾ പെന്തക്കോസുകാർ അമ്മയില്ലാത്തവരെ. ചില ആളുകൾ പറയുന്ന പെന്തക്കോസുകാർക്ക് ആരില്ല, അമ്മയില്ലാത്തവരാണ്. എന്നാ കേട്ടോ, കേറിപ്പോയുള്ള കൂട്ടത്തിൽ പത്രോസ് ലീഗയുണ്ട്, തോമാസ് ലീഗയുണ്ട്, യൂദാസ് ലീഗയുണ്ട്, യേശുവിന്റെ അമ്മയായ തിരുവഴുത്തിലെ കാര്യമാ മറിയയും സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് വന്നു? ഉറക്കെ പറ. പെന്തക്കോസ്ത് നാൾ വന്നു. അല്ലാതെ ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നു എന്നാണോ? അല്ല, പെന്തക്കോസ്ത് നാൾ വന്നു. 50-ാം പെരുന്നാൾ ദിവസം വന്നു. ആ പെരുന്നാൾ ദിവസം വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് കേട്ടോ? എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുടക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പുറന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും കേട്ടോ? ഇത് അന്യഭാഷകളിൽ. അപ്പൊ ഈ അന്യഭാഷ പറയുന്ന കൂട്ടത്തെ നാട്ടുകാരെന്ത് വിളിക്കുന്നത്? എന്തുകോസ്? പെന്തക്കോസ്. അങ്ങനെയാണ് ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ. ഇവരെല്ലാം കലവിലാന്ന് പറഞ്ഞിട്ടല്ലേ ഏഴംകുളത്തുകാർ പറയാൻ തുടങ്ങിയല്ലേ? അതുകൊണ്ട് പെന്തക്കോസുകാർക്ക് അമ്മയില്ലെന്ന് പറയുന്നത് ഓർത്തോണം. അവൻ നിങ്ങളുടെ പള്ളിയിൽ പോട്ടയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞു. മനസ്സിലായോ? തിരുവഴുത്ത. ഞാൻ വീട്ടിൽ നിന്ന് വാപ്പ പഠിപ്പിച്ചു വിട്ടതല്ല ഈ പറയുന്നത്, തിരുവഴുത്ത. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ചിന്ത. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആര്? പത്രോസ് ലീഗ, ഒന്നാമത്തെ പോപ്പ് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചെന്ന് വായിച്ച് പുസ്തകം അറിയാം. എന്ത് സംഭവിച്ചു? 2:37 വായന. ഇത് കേട്ടിട്ട് പത്രോസ് ലീഗൻ ആത്മാവിൽ നിറഞ്ഞ ഒറ്റ പ്രസംഗം. അത് കേട്ടിട്ട് കേട്ടവരുടെ ഹൃദയത്തിൽ എല്ലാവരും പറഞ്ഞു എന്തുകൊണ്ടു? കുത്തുകൊണ്ട്. എല്ലാവരുടെ ബൈബിളിൽ അങ്ങനെ തന്നെയാണോ? കുത്തു. നിങ്ങളെ ആരുടെങ്കിലും ബൈബിളിൽ ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും ഇക്കിളി കൊണ്ടു, അങ്ങനെ ഉണ്ടോ? ഇല്ല. പിന്നെന്തുവാ കൊണ്ടത്? കുത്തു. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോണം, പുസ്തകത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മനിറവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് ഇക്കിളി അല്ല കൊള്ളുന്നത്, ചങ്ങത്ത് കത്തി കീറും. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സത്യമറ്റ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു വരുന്ന ജീവന്റെ വചനം അകത്തോട്ട് കയറി കുത്തുകൊണ്ടു. മനസ്സിലായോ? ഈ അടുത്തിടയ്ക്ക് പുത്തൂര് പുത്തൂർ മുക്കില് യാക്കോബക്കാരുടെ ഒരു കുടുംബയോഗം. അവിടെ ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പെന്തക്കോസ്തിൽ പോയി, ഒരു കുടുംബത്തിലുള്ള ആൾ പെന്തക്കോസ്തിൽ പോയി. അപ്പൊ ഈ കുടുംബയോഗം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് യാക്കോബക്കാർ. അത് ഇതിങ്ങനെ കറങ്ങി വന്നപ്പോൾ ഇവിടെ വീട്ടിലാണ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എന്റെ വീട്ടിൽ യോഗം നടത്തുന്നതിന് എനിക്ക് എതിർപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ കുടുംബക്കാർക്ക് സന്തോഷമായി. പക്ഷേ ഈ പുള്ളി പറഞ്ഞു ഒരു ഒറ്റ ഡിമാൻഡ് ഉണ്ട്, എന്താ? പ്രസംഗം അങ്ങനെ ഞാൻ വിളിക്കുന്നില്ല. അപ്പൊ പിന്നെ നിവർത്തിയില്ലാതെ അവർ സമ്മതിച്ചു. അങ്ങനെ എനിക്ക് നടക്ക് വേണം. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോ കുടുംബക്കാർ 120 ഉണ്ട്. കിട്ടിയ അവസരം പക്ക സുവിശേഷം അങ്ങോട്ട്
പറഞ്ഞു. അച്ഛൻ ഉൾപ്പെടെ എല്ലാം ഉണ്ടാകുന്ന കേൾക്കുകയല്ലേ, വേറെ നിവൃത്തിയില്ലല്ലോ. എല്ലാം കഴിഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ ഒരു 70-75 വയസ്സ് വരും അപ്പച്ചൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു പറയാ, എന്റെ പൊന്നു മോനെ, ഒരു മുസൽമാൻ വന്ന് ഞങ്ങളോട് സുവിശേഷം പറയേണ്ട ഗതികേടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നപ്പച്ച, ഇതിൽ പല ഒരു അവാർഡ് എനിക്ക് കിട്ടാനുണ്ടോ? എന്നാലും എന്റെ മക്കളെ ബൈബിളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അതിനെ അറിയണമെങ്കിൽ ഇത് വായിക്കണ്ടേ? ബൈബിൾ എടുത്ത് ചോക്കേഴ്സി വെച്ച് കന്തിരാജന്റെ കോപ്പി, കരവടച്ചന്റെ രസീതും, തൊഴിലുറപ്പിന്റെ ചീട്ടും, നോട്ടീസും എല്ലാം കൊണ്ട് ഇതിന്റെ അകത്ത് കയറ്റി വെച്ച് ചമ്മരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം എടുത്ത് ചോക്കേഴ്സി വെച്ചു റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുക. ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുന്ന അഭിമാനം, ബൈബിളും പിടിച്ചോണ്ട് പോകുന്ന ഇച്ചി ഒന്ന് മാനസാന്തരപ്പെട്ട തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് പറയുക, ഇത് കേട്ടവന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന്. സ്തോത്രം. കുത്തുകൊണ്ടവൻ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി ഉപദേശത്തല്ലെന്നാണോ? പിന്നെ എന്നാ വായിച്ച സൗകര്യം എന്നാ സംഭവിച്ചത്? പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോട്, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കേട്ടോ, പരിശുദ്ധാത്മാവ് ഉള്ളിൽ കുത്തിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? അതാ ദൈവത്തിന്റെ പ്രവൃത്തി. ഓരോ സുവിശേഷവും കഴിയുമ്പോഴും പരിശുദ്ധാത്മാവ് ഇടപെടുന്നവര് ദൈവദാസന്മാർ അടുക്ക വന്നിട്ട് ചോദിക്കും, പാസ്റ്ററെ, എനിക്ക് സ്നാനം. ഇതാ പുസ്തകത്തിന്റെ ക്രമം. അല്ലാതെ ഞങ്ങൾ ആരെയും പിടിച്ചു വലിച്ച് കെട്ടി വലിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തുന്നതല്ല. മനസ്സിലാക്കി പോണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു പത്രോസ് അവരോട്. പോപ്പ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കുക. എല്ലാരും കേട്ടോ, നിങ്ങൾക്ക് പാപമോചനം വേണോ? നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെടുക്ക വന്ന് കുംഭസരിപ്പനെന്നാണോ പോപ്പ് പറഞ്ഞേ? അങ്ങനെ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഇന്ന് അതല്ലേ പറയത്തുള്ളൂ. ഇങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാകും. അങ്ങനല്ല പറഞ്ഞേ. ഒന്നാമത്തെ പത്രോസ് പറഞ്ഞു, നിങ്ങൾക്ക് പാപമോചനം വേണോ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. അത് തന്നെയല്ലേ ഞങ്ങൾ പറയുന്നേ. വള്ളി പുള്ളി മാറ്റി ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നത് പോപ്പ് പറഞ്ഞ അതേ വാക്ക്, പത്രോസിക പറഞ്ഞ അതേ വാക്ക് ഇന്നും ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു. പാപമോചനം വേണോ? ഒരു നാണയത്തൊട്ട് കൊടുക്കണ്ട, 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മെഴുകുതിരി കത്തിക്കണ്ട, മാനസാന്തരപ്പെട്ട് സ്നാനം കഴിക്കും, പാപമോചനം ലഭിക്കും. ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചാണോ ഇത്? തിരുവെഴുത്ത് പറയുക, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും സ്നാനം കഴിക്കും. അടുത്ത വാക്ക്, എന്നാൽ നിങ്ങൾക്കും കിട്ടും ഈ പരിശുദ്ധ അത്യന്ത ശക്തി. സ്നാനം പണ്ട് ഞങ്ങൾ കുഞ്ഞാവ ആയിരിക്കുമ്പോഴേ സ്നാനപ്പെട്ടതാണ്. അത് വളരേണ്ട മതിയാണ്. വേദപുസ്തകം എങ്ങനെയാ പറഞ്ഞേ? മാനസാന്തരപ്പെട്ട് സ്നാനം ഏൽക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ പറയുന്നത് ഞങ്ങൾ സ്നാനപ്പെട്ടു, ഇനി വളരുമ്പോ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുളിച്ചിട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടെന്താ? തല തോർത്തുക. വർഷങ്ങളായി തന്നെ ചെയ്യുന്നു, മടുത്തു, നാളെ തൊട്ട് ചെയ്യും. ആദ്യം തല തോർത്തിയിട്ട് പിന്നെ എന്ന് പറയുന്ന പോലെ പുസ്തകത്തിൽ പറയുന്നത് ആരും തല തിരിക്കാനൊന്നും നോക്കണ്ട. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുമെന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരം ഒന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെടുത്ത് ഒക്കത്ത് വെച്ച് നിങ്ങൾക്ക് 2000 വർഷം കൊണ്ടവായ യേശുക്രിസ്തുവിന്റെ പാപത്തിന് വേണ്ടി വന്നത്, മരിച്ചു, നടക്കപ്പെട്ടു, ഉയർത്തിട്ടും നിന്നെ ചേർക്കാൻ വീണ്ടും വരുന്നു. കുഞ്ഞെ, നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? അല്ലെ കുഞ്ഞ് വാർന്ന് പറഞ്ഞു, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സ്നാനപ്പെടുത്തിക്കോ. അത് പറയാൻ കുഞ്ഞിനെ കൊണ്ടുപോക്കുകയല്ല. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയും, അത് പാസ്റ്റർക്ക് അതിനെ കുറിച്ച് അറിയാത്തോണ്ടാ. ഞങ്ങള് കുഞ്ഞിന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പകരത്തിന് പറയാൻ ഒരാള് അന്നത്തെ അതിന് അറിയാത്തോണ്ടാ. നിങ്ങൾ കല്യാണത്തിന് പോയിട്ടുണ്ടോ? പള്ളിയില് കല്യാണത്തിനും എൻഗേജ്മെന്റിനൊക്കെ പോകത്തില്ലേ? അപ്പൊ ഈ പള്ളിയിലെ അച്ഛൻ ചെറുക്കനെ അവിടെ നിർത്തിയിട്ട് ഈ അച്ഛൻ ഇങ്ങനെ ചോദിക്കും, പ്രിയപ്പെട്ട പിന്നെ സഹോദരി, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിന്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ പെണ്ണിന്റെ അപ്പൻ, സ്വന്തം അപ്പൻ, ജനിപ്പിച്ച അപ്പൻ പുറകെ കൊണ്ട് പറയാ, സമ്മതമാണ്, കെട്ടിക്കോ. അങ്ങനെ സ്വന്തം അപ്പനല്ലേ കെട്ടിക്കോ? അച്ഛന്മാരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവര് വീണ്ടും പറയും, സഹോദരി, നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിന്റെയും ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പ്രസവിച്ച അമ്മ പറയുന്നു, സമ്മതമാച്ചു, അവളാ കെട്ടണമെന്ന് പറഞ്ഞു, അങ്ങോട്ട് കെട്ടിക്കോ. ശ്രദ്ധിച്ചോ, ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, സ്വർലോക മണവാട്ടിയാകാം, കുഞ്ഞാടിന്റെ കാന്തയാകാം,
പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ല സഹോദരി. നീ പറയണം, ഈ യേശു ക്രിസ്തുവിനെ എന്റെ കർത്താവും എന്റെ രക്ഷിതാവും എന്റെ മണവാളനുമായി സ്വീകരിപ്പാൻ എനിക്ക് മനസ്സുണ്ട് എന്ന അധരം കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് രക്ഷ നിന്നിൽ സംഭവിക്കുന്നത്. പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതാ വേദപുസ്തകം പഠിപ്പിക്കുന്ന സ്നാനം. സ്തോത്രം. ഇനി സ്നാനം എന്ന് പറഞ്ഞാൽ തളിക്കുവാണോ ഇറങ്ങുക? പുസ്തകം വായിച്ചാൽ മതി. ബന്ധുക്കോസുകാരെ ഒന്നും കേൾക്കണ്ട. വീട്ടിൽ പോയി അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം വായിക്കുക. ഒരൊറ്റ ഒരുത്തനെ നേടാൻ വേണ്ടി ഫിലിപ്പോസ് ഉപദേശിയെ നിർജ്ജന പ്രദേശത്തേക്ക് അയച്ചു. അപ്പോ ഷണ്ണൻ എന്ന് പറയുന്ന അധികാരി അവൻ യെരൂശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകും. നാട്ടുഭാഷ പറഞ്ഞ പള്ളിയിൽ പോയി കുർബാന അടിച്ചിട്ട് തിരിച്ചു വരുന്ന വഴി തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുക. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ ബൈബിൾ വായിക്കുക. ഫിലിപ്പോസ് സൈഡിൽ കൂടെ ചെന്ന് ചോദിച്ചു, സാറ് ബൈബിൾ വായിക്കുമായിരിക്കും. അതെ. സാറ് വായിക്കുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴത്തെ അച്ചാന്മാരെങ്ങാനും ആണെങ്കിൽ ഓട്ടിച്ചേനെ പണ്ടക്കാണ്ട് ബൈബിളും പഠിച്ച് വെള്ളം ഉടുപ്പോട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ജനിച്ചത് ക്രിസ്ത്യാനിയല്ല ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ആ അധികാരി എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും പൊരുൾ തിരിച്ചു തരാതെ ഇത് എങ്ങനെ മനസ്സിലാകും? ഉപദേശം ഇങ്ങോട്ട് കയറി വണ്ടിയിലോട്ട് നേരുന്ന ഇതൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് സമയമില്ലാത്തതുകൊണ്ടാ, വീട്ടിൽ പോയി വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ഫിലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. ആളെവിടെ പോയിട്ട് വരിക? പള്ളിയിൽ പോയിട്ട് വരിക. സൂര്യാനെ കണ്ടത് ആരെ കണ്ടപ്പോഴാ? ഉപദേശിയെ കണ്ടപ്പോൾ. അതാവശ്യം. മനസ്സിലായോ? അങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞ എന്താണെന്ന് എഴുതിയേക്കുന്നത്? സുവിശേഷം. എന്താ പറഞ്ഞേ? സുവിശേഷം. പക്ഷെ വെള്ളം ഒരു സ്ഥലം എത്തിയപ്പം ഈ പുള്ളി തിരിച്ചു ചോദിക്കുക, ഉപദേശി വേണ്ട വെള്ളം ഞാൻ സ്നാനപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താ? സുവിശേഷം. അദ്ദേഹം ചോദിച്ചെന്താ? എനിക്ക് സ്നാനപ്പെടണമെന്ന്. സുവിശേഷം കേൾക്കുന്നവനാ സ്നാനപ്പെടും. മനസ്സിലായോ? ഇനി എന്റെ ഒരു ചിന്ത പറയാം. പുള്ളി അധികാരിയാണ്. രഥം നിർത്തുവാൻ കൽപ്പിച്ചു, തേര് നിർത്താൻ കൽപ്പിച്ചു എന്നൊരു വാക്യം അതിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കൽപ്പന കേൾക്കാൻ ഒരാൾ വേണ്ടേ? കുതിരയോടല്ലല്ലോ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ കേൾക്കാൻ അത് ഓടിക്കുന്ന ഒരാൾ വേണം. ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ഡ്രൈവർ വേണം. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിയോട് പറഞ്ഞാൽ പോലെ ആ കുളത്തിൽ നിന്ന് ഒരു തളികയിൽ ഇച്ചിരി വെള്ളം കോരി ഫിലിപ്പോസ് ഉപദേശിയുടെ കയ്യിലോട്ട് കൊടു. എന്തിന്? തളിക്കട്ട്. പറഞ്ഞാൽ പോലെ ചെയ്യൂലേ? ചെയ്യും. പക്ഷെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? തേര് നിർത്തി അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അപ്പം കയറിയതും ഇറങ്ങിയതും കൃത്യമായിട്ട് തിരുവഴുത്തിൽ രേഖപ്പെടുത്തി. ഇങ്ങനെ എത്ര തെളിവ് ഇതെല്ലാം പറഞ്ഞു കൊടുത്താലും ചിലത് ഒറ്റക്കാലിന്. മനസ്സിലാകുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് തടസ്സം പറയുന്നവരാരും നാളെ ന്യായവിധിയുടെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്യാൻ ഉണ്ടാകത്തില്ല. ഇതൊന്നിനാരും കാണത്തില്ല. നിന്നെ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷിച്ചെടുക്കും. ഒരൊറ്റ മനുഷ്യൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തിരിച്ചറിഞ്ഞോണം, വേദപുസ്തകത്തിന്റെ പൊരുളാണ്. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട സ്ഥാനം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വായിച്ചു നിർത്തിക്കോ താഴോട്ട്. വാഗ്ദത്തം. ഈ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്ക്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ എത്ര പേരമ്മാമേ? അടുത്ത വാക്ക്. അന്ന് 3000-ഓളം പേർ അവരോട് ഒറ്റ പ്രസംഗം, കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000-ഓളം പേര് രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. കണ്ടോ? ഇന്ന് 3000 കൺവെൻഷനിൽ പോയിരുന്ന് കേൾക്കും. സ്നാനപ്പെടാൻ പറഞ്ഞു. കണ്ടോ? ഞങ്ങൾക്ക് സ്നാനപ്പെടും. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. അടുത്ത വാക്ക്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഇതൊന്നും പറയാതെ പോയാൽ ശരിയാകും. ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പത്രോസ് എല്ലാവരും സ്നാനം മുങ്ങിയോ? ഇനി ആരെങ്കിലും മുങ്ങാനുണ്ടോ? കൈ കൂക്കുക. ഇല്ല. എല്ലാവരും മുങ്ങി. ഇനി എവിടാന്ന് വെച്ചാൽ ചെന്ന് കറി. അങ്ങനെ പറഞ്ഞോ? ഇന്ന് അങ്ങനെ ചിലവന്മാര് പറയുന്നത്. അമ്മാമ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് വന്ന് മുങ്ങി വെച്ച് അമ്മാമ എവിടാന്ന് വെച്ചാൽ ആ പള്ളിയിൽ ഇവൻ ചെകുത്താനാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്നവൻ ചെകുത്താന്റെ സന്തതിയാണ്, കാട്ടുകള്ളനാണ്. അതുകൊണ്ട് ആ പ്രിയ മക്കൾ ശ്രദ്ധിച്ചോണം. സ്നാനപ്പെട്ടിട്ട് എവിടെ ചെന്ന് കയറി കർത്താവിന്റെ പിറവിൽ എടുക്കപ്പെടില്ല. സ്നാനപ്പെട്ടവൻ അപ്പോസ്തോലിക ഉപദേശത്തിന്റെ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടവൻ. മനസ്സിലായോ? അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. അങ്ങനാണോ? ഉപദേശം കേട്ടു.
അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. അപ്പൊ ഉപദേശം കേൾക്കണം, എവിടെ വരണം? കൂട്ടായ്മയ്ക്ക് വരണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ കൂട്ടായ്മ ഒഴിവാക്കാൻ പാടില്ല, കൂട്ടായ്മയ്ക്ക് വരണം. അടുത്തത് അപ്പം നുറുക്കി കൂട്ടായ്മയ്ക്ക് വന്നവനെ അപ്പം നുറുക്കിൽ പങ്കുകൊള്ളണം. അടുത്തത് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ആ കൂട്ടത്തെ നോക്കി പേര് വിളിച്ചു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവര് വിശ്വസിച്ചവരെല്ലാവരും ഒന്നിച്ച് സകലവും പൊതുവക എന്ന 47 വായിച്ചു നിർത്തിയുള്ളൂ. 47 ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ആ. ദൈവത്തെ സ്തുതിക്കുകയും ആ. സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. അടുത്ത വാക്ക് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട് മതി. ആ കൂട്ടത്തെ നോക്കി സ്വർഗം എഴുതി വെച്ച പേരാണ് സഭ. രക്ഷിക്കപ്പെട്ട കൂട്ടം, സ്നാനപ്പെട്ട കൂട്ടം, ആത്മനിറവ് പ്രാപിച്ച കൂട്ടം, ഉപദേശമുള്ള കൂട്ടം, കൂട്ടായ്മ ആചരിച്ച കൂട്ടം, അപ്പം മുറുക്കുന്ന കൂട്ടം, പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ആകാശ ഗോപുരമുണ്ട കെട്ടിടം പൊക്കി വെച്ചിരിക്കുന്ന കെട്ടിടത്തെ നോക്കി അല്ല വിളിച്ചത്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് സഭ. ആ കൂട്ടം മരച്ചുവട്ടിൽ കൂടിയാലും കെട്ടിടത്തെ കൂടിയാലും പഴിവക്കെ കൂടിയാലും റോഡ് സൈഡിൽ കൂടിയാലും ടെറസിന്റെ മേലെ കൂടിയാലും ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറയപ്പെട്ട സഭയെ തന്റെ വരവിനായി കാത്തു നിൽക്കുന്ന ദൈവജനത്തെ ചേർക്കുവാനാണ് യേശു കർത്താവ് വീണ്ടും വെളിപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് അറിഞ്ഞില്ല, എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഇന്നലെ പറയായിരുന്നു, ഇന്നൊരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന ഭാഷയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞിട്ടും ഞാനിത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഈച്ചൂളെ പതിക്കാന്നല്ല മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഒരിക്കൽ കൂടി ദേശത്തോട് വിളംബരം ചെയ്യുന്നു. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട വേറെ ഞാൻ എന്റെ വാക്കുകൾ